ഡോ ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. ജോയിൻ ചെയ്തോ? എത്ര പേര് ടോട്ടൽ ജോയിൻ ചെയ്തു? 29 പേരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഇനി ആരെങ്കിലും ഉണ്ടോ? മുഹസിന, എത്ര പേര് ജോയിൻ ചെയ്തിട്ടുള്ളൂ? ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട് ബത്തൂലിന്. നൗഷി ഓക്കെ ആയില്ലേ? മൈക്കോണേ. ഓക്കെ ഓക്കെയാണോ? ഓക്കെ. എനിക്ക് നിന്റെ സൈഡിൽ സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്നുള്ള ബട്ടൺ കാണിക്കുന്നില്ലേ? സൈഡിൽ സുഹൈല ഇനി ആരും റെക്കോർഡിംഗ് ഓൺ ആക്കല്? റെക്കോർഡിംഗ് ഇപ്പൊ റെക്കോർഡിംഗ് ഓൺ ആണ്. ഓക്കെ, ഇനി ക്ലാസ് തീരുമ്പോ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് എന്റെ ക്ലാസ് ചെയ്താൽ മതി. എങ്ങനെ? ക്ലാസ് തീരുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് നമ്മള് ലീവ് ചെയ്യുമല്ലോ, ലീവ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് എന്റെ ക്ലാസ് ചെയ്താൽ മതി. എന്റെ ക്ലാസ് ചെയ്താൽ മതി അല്ലേ? ഓക്കെ 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 ഓക്കെ, എന്നാ ശരി, ഞാൻ പള്ളിയിൽ പറ്റുന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ, പ്രശ്നമല്ല. ഇപ്പൊ ഇത്ര പേര് ടോട്ടൽ നമ്മുടെ സ്ട്രെങ്ത്. മിസ് വോയിസ് ആവുന്നുണ്ട്. ജോയിൻ വോയിസ് ഡ്രോപ്പ് ആവുന്നുണ്ട്. ഹലോ, വോയിസ് കട്ടാവുന്നു മിസ്, ക്ലിയർ ആവുന്നില്ല. ഞാൻ സംസാരിക്കുന്നത് ഓക്കെ ആവുന്നില്ല. ഐ ഡോണ്ട് നോ ഡിയേഴ്സ്, എന്താണ് ബേബി ഡ്യൂ ടു ദ വെദർ, അതായിരിക്കും, മഴ ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് ഇപ്പോഴും കേൾക്കാൻ പറ്റുന്നില്ല? ഇപ്പൊ ഓക്കെ ആണ്. ഓക്കെ ഫൈൻ ഡിയേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്, അതായത് ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് ക്ലാസ്. നമുക്കറിയാം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണ് പരിചയപ്പെടേണ്ട ടൈം അല്ല ഇപ്പോ. നമുക്കറിയാം വീക്ക്ലി വൺസ് ആണ് ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നുള്ളത് ചെയ്യണ്ട, ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള നോക്കി നിങ്ങൾ നോട്ട് ചെയ്തേണ്ട. ഞാൻ സംസാരിക്കുന്നത് കേൾക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്യാം, നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം, ഒക്കെ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ബ്രീഫ് ആയിട്ടുള്ള നോട്ട് ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ഹോംവർക്ക് പാർട്ടുകളും ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഗ്രൂപ്പിലുമായി ഓൺ ചെയ്ത്. ഹലോ, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് മിസ്സേ. ഒറ്റ മിനിറ്റ്. ജോയിൻ ചെയ്തോട്ടെ. ലീവ് ചെയ്തിട്ട് ഫോണിൽ നിന്ന് ലോഗിൻ ചെയ്തു, അതാ നല്ലത്. ഓക്കെ
ഫർസാന പ്രയർ അല്ലിക്കോളൂ. അപ്പോ തന്നെ നമുക്ക് മിസ് വരും. ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഇവിടെ നല്ല നെറ്റ്വർക്ക് ഉണ്ട് സാർ. ഇവിടെ വൈഫൈയിലാണ് ഞാൻ കണക്ട് ചെയ്തത്. പ്രയർ ചെല്ലുന്നുണ്ടോ? കയ്യിലും എന്മയായി നീ നിറഞ്ഞിരിക്കണമേ, എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. ഓക്കെ, ഇനി എന്താ ഉള്ളത്? പ്ലഡ്ജ് ഉണ്ടോ? പ്ലഡ്ജ് ആരാ? പ്ലഡ്ജ് ആരാന്ന് വെച്ചാൽ മൈക്കോണാക്കി പ്ലഡ്ജ് പറയട്ടോ. ഫർസാന തന്നെയാണോ? ആയിക്കോട്ടെ, എന്നാ പ്ലഡ്ജും പാടെ പറയും. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലോട്ട് കയറാം. Always I strive to be worthy of it. I shall give parents, teachers, and all others respect and treat everyone with courtesy. To my country and my people, I pledge my devotion, and in their well-being and prosperity alone lies my happiness. Jai Hind. ഓക്കെ, നൗഷി സ്റ്റാർട്ട് ചെയ്തോട്ടോ. ഹലോ നൗഷി, കേൾക്കുന്നുണ്ടോ? പക്ഷെ വീഡിയോ ഓഫ് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത്. വീഡിയോ ഓഫ് ചെയ്യേ. വേറെ ആരോ മൈക്ക് ഓണാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഹസീന. അത് ഞാനിപ്പം പറഞ്ഞത്. അത് ശരി. ഫർസാനയുടെ മൈക്കാണ് ഓണ്. ഹൈറും നിസ്സന്റെ ഓണാക്കിയിട്ടുണ്ട്. എല്ലാരും മൈക്ക് ഓഫ് ആക്കി. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഓഫാക്കി വിടുന്നുണ്ട്. പക്ഷെ എന്റെ പള്ളി ഇപ്പൊ പോവും. ഞാൻ ഓഫാക്കായിരുന്ന. മൈക്ക് ഓഫായി. ഓക്കെ, നൗഷി കേൾക്കുന്നുണ്ടോ? അയ്യോ, പാക തല കനപ്പിക്കുമല്ലോ. ഹലോ നൗഷി, കേൾക്കുന്നുണ്ടോ? മിനിറ്റ് എന്റെ പള്ളി.
മിസ് വന്നോ? നൗഷിബം കേൾക്കുന്നുണ്ടോ? വീഡിയോ ഓൺ, മൈക്ക് ഓൺ ആക്കി സൗണ്ട്. നൗഷി എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും ഇങ്ങോട്ട് എത്തുന്നില്ല. അത് അവിടെ ഒറ്റക്ക് പറയുകയാണെന്ന് തോന്നുന്നുണ്ട്. എന്താണെന്ന് നോക്കട്ടെ. ഏതായാലും ഇതൊന്നും മാനേജ് കഴിഞ്ഞാണേ പള്ളിക്ക് ഇറങ്ങട്ടെ. 12:50 ഇവിടെ 12:45 നിസ്കാരം പറഞ്ഞു. നോട്ട്സ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതാണ്, ഷെയർ ചെയ്യുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് വീക്ക് ആണെന്ന്. സോ നമുക്ക് എന്താണ് ഇന്നത്തെ ടോപ്പിക്? ഇൻട്രൊഡക്ഷൻ ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്? നമുക്കറിയാം, നമ്മൾ മലയാളം പോലെ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു രണ്ടാമത്തെ ഭാഷയാണ്, സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. നമുക്ക് ഒരു ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. നമുക്ക് കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ടീച്ചിങ് ഫീൽഡിൽ നമ്മുടെ ഫ്യൂച്ചർ ആയിട്ടുള്ള കുട്ടികളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അവരോട് സംസാരിക്കേണ്ടി വരും. അതിന് ഒരു ബെറ്റർ ലാംഗ്വേജ് എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷ് ആയിട്ടാണ് ചൂസ് ചെയ്യുക, അല്ലെ? മേ ബി നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ നാട്ടിലുള്ള കുട്ടികളായിരിക്കില്ല മേ ബി നിങ്ങളുടെ മുമ്പിൽ വരാം. സോ മലയാളം അറിയാത്ത കുട്ടികളുടെ മുമ്പിൽ നമുക്ക് ഈസി ആയിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഏത് ഭാഷയിലൂടെ ആയിരിക്കും? ഇംഗ്ലീഷ്. സോ നമ്മൾ എന്ത് ചെയ്യാണ്? കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നുള്ളത് നമുക്കൊരു മാർഗമാണ്. നമുക്ക് അവരോട് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളിൽ നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഐഡിയാസ്, നമ്മുടെ ഉള്ള പവറ് അവ മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യാൻ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ഭാഷയാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. സോ ഫസ്റ്റ് തന്നെ ഇതിൽ നിങ്ങൾ പലരും പല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കാം. +2, 10th, BSc നഴ്സിംഗ്, അങ്ങനെയൊക്കെ ഒരുപാട് പേരുള്ളവരായിരിക്കാം, അല്ലെ? ഇതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലാണ്. ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക? സംസാരിക്കുക. ടു ബി ഫ്രാങ്ക്, ഓപ്പൺ ആയിട്ട് മറ്റുള്ളവരോട് സംസാരിച്ചു തുടങ്ങുക. എന്താ പറയാ, ഒരു ഭാഷ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് എനിക്ക് ഈസി ആയിട്ട് വഴങ്ങുന്ന ഒന്നാണ് എന്ന് ആദ്യം മനസ്സിൽ ഉറപ്പിക്കുക. എന്നിട്ട് സ്വന്തമായിട്ട്, ചിലപ്പോൾ മേ ബി അത് പൊട്ട തെറ്റായിരിക്കാം, എങ്കിൽ കൂടി നമ്മളത് സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഇടയിലുള്ള എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് നമുക്ക് വരിക എന്നുള്ളത്. നമുക്ക് ഇപ്പൊ മേ ബി നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഒരു പേടിയായിരിക്കാം, യെസ് ഞാനത് പറഞ്ഞു പോയാൽ തെറ്റിപ്പോവോ എന്നുള്ളത്. സോ ആ ലെവലിൽ നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം? എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത് ഉറപ്പിക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് എന്താ പറയാ, എന്നെ കൊണ്ട് പറ്റും, ഇത് എന്നെ കൊണ്ട് വഴങ്ങുന്ന ഒന്നാണ്, ഇതൊരു വേറെ ഒരു ഭാഷയാണ് എന്നുള്ളത് മനസ്സിലുറപ്പിച്ച് ക്ലാസ്സിലേക്ക് കേൾക്കുക. ഇംഗ്ലീഷിന്റെ എല്ലാ ഫോണിക് സൗണ്ട്സുകളും നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഓരോ ലെറ്റേഴ്സിനും എന്ന് പോലെ ഇംഗ്ലീഷ് ഓരോ ആൽഫബറ്റ്സിനും അതിൻ്റെതായിട്ടുള്ള ഫോണിക് സൗണ്ടുകളുണ്ട്. അതിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻസ് കാര്യങ്ങളുണ്ടോ? നോട്ട് ഞാൻ ഷെയർ ചെയ്ത് തരാം. പക്ഷെ അത് ഞാനൊരു എഴുതിയ, നിങ്ങൾ എനിക്കത് വോയിസ് പോലെ എന്റെ സൗണ്ട് എന്താ, നമ്മൾ എന്താ പറയാ, ലെറ്റർ എന്റെ സൗണ്ട് ആ, ബട്ട് ആക്ച്വലി ലെറ്റർ എക്ക് ആ എന്നുള്ള ഒരു സൗണ്ടിന് പകരം അങ്ങനെ ഒരു സൗണ്ടാ വരാ. ആ എന്നുള്ള ഒരു സൗണ്ട് ഒരിക്കലും അല്ല. നമ്മൾ ഒരിക്കലും ആപ്പിൾ എന്നല്ലല്ലോ പറയാ, ആപ്പിൾ. ബേസിക് ആയിട്ടുള്ള ഒരു ടീച്ചർ നമ്മൾ ഈ ചെറിയ പോലും നോക്കണം. എങ്കിൽ കൂടിയേ, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ നമ്മുടെ അതേ ഒരു പാത്ത് ഫോളോ ചെയ്യും, അല്ലെ? ചില ആൾക്കാർ ഇംഗ്ലീഷ് പറഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും പൊട്ട ബോർ ഇംഗ്ലീഷ് അവര് പറയണെന്ന്, അല്ലേ? എന്താ അവര് പറയണെന്നൊക്കെ തോന്നും. സോ നമ്മുടെ കുട്ടികളെ നമ്മൾ നോക്കിയിട്ട് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. എന്താ അവര് വിചാരിക്കേണ്ടേ? യെസ്, മൈ ടീച്ചർ ഈസ് ബെസ്റ്റ്. ആ ടീച്ചറിന്റെ ക്വാളിറ്റി നല്ലതാണ്, ആ ടീച്ചറിന്റെ ഔട്ട്കംസ് ഈസ് ബെസ്റ്റ് എന്ന് അവർക്ക് തോന്നണം. സോ നമ്മൾ എന്ത് ചെയ്യുക? ലെറ്റേഴ്സ് പഠിച്ചു തുടങ്ങുക.
ഇപ്പൊ ആരും അതിനൊരു ഷൈ ഒന്നും കാണിക്കണ്ട കേട്ടോ. നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. ആ ലെറ്റേഴ്സിന്റെ സൗണ്ട് നമ്മളെ കൊണ്ട് പറ്റണം എന്നുള്ള ഒരു തോട്ട് നിങ്ങൾക്ക് വരണം. സോ ഓരോന്നിന്റെയും ലെറ്റേഴ്സിന്റെ സൗണ്ട്, ഫോണിക് സൗണ്ട് കൃത്യമായിട്ട് പഠിക്കുക. ലെറ്റർ എ മുതൽ സെഡ് വരെയുള്ളതിന്റെ ലെറ്റേഴ്സിന് ഒരു സ്പെസിഫിക് സൗണ്ട്സ് ഉണ്ട്. ചില ലെറ്റേഴ്സിന് 2 സൗണ്ടുകളൊക്കെ ഉണ്ട്. ഹാവ് സ്പെസിഫിക് സൗണ്ട്. അതിന്റെ ഒരു നോട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. പക്ഷെ നിങ്ങൾ ഓരോ വോയിസ് ആയിട്ട് എന്ത് ചെയ്യണം? ലെറ്റേഴ്സിന്റെ സൗണ്ടുകൾ ചെയ്യണം. ദാറ്റ്സ് എ ഫസ്റ്റ് ഹോംവർക്ക് ഫോർ യു. ഓക്കെ, ഹോംവർക്ക് അല്ലെന്നല്ല, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിക്കാൻ ഒരുങ്ങുമ്പോൾ ആദ്യം ഫോണിക് സൗണ്ട്സുകൾ ക്ലിയർ ചെയ്യണം. എങ്കിൽ കൂടിയേ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ലെറ്റേഴ്സിന്റെ സൗണ്ട് അറിയാതെ നമ്മൾ എങ്ങനെയാ മറ്റുള്ളവരോട് സംസാരിക്കുക? അല്ലേ? ചില ആൾക്കാർ ഇംഗ്ലീഷ് പറയുമ്പോൾ നമ്മൾ നമ്മൾ മലയാളത്തിൽ എന്ത് പറയുമ്പോഴും ഒരു എന്താ പറയാ, ഫോഴ്സ് ചെയ്തിട്ടാ പറയാ. പക്ഷെ ആക്ച്വലി ഇംഗ്ലീഷിൽ സോഫ്റ്റ് ആയിട്ടാ പറയാ. അല്ലെ? നമുക്കൊരു കാര്യമാണെങ്കിലും നമ്മൾ ഇംഗ്ലീഷിൽ, മലയാളത്തിൽ എന്താ പറയാ? എടോ കണ്ട, അങ്ങനെയല്ലേ പറയാ? എടോ താടോ എന്നല്ലേ പറയാ? ബട്ട് ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഗീവ് മീ ദാറ്റ് ബോൾ, അങ്ങനെയൊക്കെ ചോദിക്കുക. അല്ലെ? അത് ഇന്ററാക്ട് ചെയ്യണം. നമ്മൾ കയറി ചെന്നായിട്ട് പുറത്തൊക്കെ തച്ചിട്ട് എന്താടോ വിശേഷം എന്നല്ലേ ചോദിക്കുക? എക്സ്ക്യൂസ് മീ, അല്ലേ? നമുക്ക് അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഒരു സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഈച്ച് കാര്യങ്ങൾക്കും അവർ ഒരു സ്പെസിഫിക് മാനേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. ഒരു ബേസിക് ലേണർക്ക് വേണ്ടതും ആ ഒരു ഫോർമാറ്റ് നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഫോണിക് സൗണ്ട്സുകൾ. ഇത് പ്ലീസ് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ാണെങ്കിൽ എന്നോട് ഈ സൗണ്ടിന്റെ മിസ് 1 സെക്കൻഡ്, വീഡിയോ ഒന്ന് ഓഫ് ചെയ്തിട്ട് സംസാരിച്ചു നോക്കൂ. ചിലപ്പോൾ ഒരു ക്ലാരിറ്റി ഒന്നുകൂടെ ക്ലിയർ കിട്ടും. ഓക്കെ, ഷുവർ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഞാൻ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. ഇൻ കേസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഫൈൻ. ഓക്കെ ഡിയേഴ്സ്, അപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമുക്കൊരു കാര്യം എക്സ്പ്രസ് ചെയ്യാനും നമ്മുടെ തോട്ട്സുകളും ഇമോഷൻസും ഒക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഡെയിലി ലൈഫില് രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ് ഇംഗ്ലീഷ് കൊണ്ടുള്ള പ്രാധാന്യം. നമ്മുടെ ഡെയിലി ലൈഫിൽ എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇല്ലേ? നമുക്കൊരു കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ മലയാളത്തിനെക്കാട്ടും കൂടുതൽ കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന എന്തിലാണ്? ഇംഗ്ലീഷിലാണ്. സോ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ ഇംഗ്ലീഷ് ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. സോ ഈ പോയിന്റ് ഒക്കെ ഞാൻ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ലേൺ ദ 4 ലാംഗ്വേജ് സ്കില്ല്. ഒരു ബേസിക് ടീച്ചർ അവർക്ക് വേണ്ടത് ഒരു മെയിൻ ആയിട്ട് നമ്മളൊരു 4 ലാംഗ്വേജസ് പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. അല്ലെ? നമുക്ക് മലയാളം അറിയാം, ചിലപ്പോൾ മേ ബി നിങ്ങളിൽ ആർക്കെങ്കിലും അറബിക് അറിയാവുന്നവരുണ്ടാവും. അങ്ങനെ ഒരു 4 സ്കില്ല് നമ്മൾ എന്ത് ചെയ്തിരിക്കുക? പഠിച്ചിരിക്കുക. ഓക്കെ, പിന്നെയുള്ളത് മെയിൻ ആയിട്ടുള്ള കോൺഫിഡൻസ്. അതായത് ആളുകളുടെ മുമ്പിൽ കയറുമ്പോൾ വിറയ്ക്കാതെ, നാവ് കുഴഞ്ഞു പോവാതെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ആസ് എ ടീച്ചർ ദാറ്റ് ഇസ് വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ സ്വയം, അത് നമുക്ക് ഒരിക്കലും നിങ്ങൾക്കത് എങ്ങനെ പാസ് ചെയ്യാൻ പറ്റില്ല. കോൺഫിഡൻസ് ആണ് കേട്ടോ, ഇത് നിങ്ങൾ ഇങ്ങനെ കൈകാര്യം ചെയ്യൂ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞെടുക്കാൻ പറ്റില്ല. ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഉറക്കെ സംസാരിക്കുക. ആരുടെ മുമ്പിലും പേടിക്കാതെ ഉറക്കനെ സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ സൗണ്ടിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികളുടെ സൗണ്ടുകൾ പോകരുത്. സോ ആ ഒരു കോൺഫിഡൻസ് ലെവലിൽ നിങ്ങൾ എത്തിക്കുക. അതിന് നിങ്ങളെ സഹായിക്കാൻ ഒരുപാട് ആപ്പുകളുണ്ട്. ആപ്സ് അല്ലെങ്കിലും നിങ്ങളുടെ കണ്ണാടിന്റെ മുമ്പിൽ ഫ്രീ ആയിട്ടിരിക്കുക. ഞാനൊരു ടീച്ചറാണ്, എന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു കുട്ടിയാണ്. സോ ആ കുട്ടികളുടെ കണ്ണിൽ നിങ്ങൾ കാണുന്നത് ഈ ഒരു ഫീൽ നിങ്ങളുടെ കണ്ണാടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ നിങ്ങൾ സംസാരിച്ചു തുടങ്ങുക. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക. ആദ്യം ഒന്നും മനസ്സിലാവില്ല. സ്റ്റോറി ഒക്കെ വായിക്കുമ്പോൾ, ഞാനൊക്കെ വായിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ല. പതിയെ പതിയെ നമ്മളത് വായിക്കുമ്പോഴാണ് നമുക്ക് ആ ഭാഷയോട് ഒരു ഇൻട്രസ്റ്റ് തോന്നും. യെസ്, എന്നെ കൊണ്ട് പറ്റുന്നു, എനിക്കത് മീനിങ് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതൊക്കെ.
ഇപ്പൊ ഈസിയാണ്, നമ്മുടെ ഫോണിലൊക്കെ നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ നമുക്ക് അതിന്റെ മീനിങ് കിട്ടൂലേ. പണ്ടത്തെ പോലെ ഡിക്ഷണറി ഒന്നും തപ്പി ഇതിന്റെയൊക്കെ മീനിങ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് പരസ്പരം നമുക്ക് ആക്ടിവിറ്റികൾ ഇൻക്ലൂഡ് ചെയ്യാം, കോളിംഗ് ആക്ടിവിറ്റികൾ യൂസ് ചെയ്യാം അല്ലെ. ഒരു ടീച്ചർ ഒരു പാരന്റ് നിങ്ങളെ വിളിക്കുമ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. ഓഡിയബിൾ? ക്ലിയർ അല്ലേ? ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മെയിൻ കാര്യങ്ങൾ, ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്പീക്കിംഗ്, അതായത് സംസാരിക്കാനുള്ള പ്രാക്ടീസ് നമ്മൾ ചെയ്തിരിക്കണം. ലിസണിങ്, അതായത് ഒരാൾ ഇംഗ്ലീഷിൽ നമ്മോട് സംസാരിച്ചു കഴിഞ്ഞാൽ യെസ് അവരെന്താണ് നമ്മൾ പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ഗ്രാബ് ചെയ്യാൻ പറ്റണം അല്ലെ. നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ചാൽ മാത്രം പോരാ, മറുവശത്ത് നിന്ന് സംസാരിക്കുന്നത് ആരാണോ അവരെന്താണോ പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് നോട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എന്ന് ചോദിക്കാൻ പാടില്ലല്ലോ അല്ലേ. നമ്മുടെ ഒരു പാരന്റ് നമ്മളോട് എന്തെങ്കിലും ഒരു സീരിയസ് മാറ്റർ പറയാണ്, സോ എനിക്ക് മനസ്സിലായില്ല, അപ്പൊ നമുക്ക് ഫോണിൽ നോക്കാൻ പറ്റുമോ? ഇല്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ആ സമയത്ത് എന്നല്ല, നമ്മൾ ഈ പൊതുവെ ലാംഗ്വേജുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് ലിസണിങ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുള്ളൂ. സോ സ്പീക്കിംഗ് ഫോക്കസ് ചെയ്യുക, ലിസണിങ് ഫോക്കസ് ചെയ്യുക, റീഡിങ്. യെസ്, നിങ്ങൾ നന്നായിട്ട് വായിച്ചേ മതിയാവും. നിങ്ങൾ ഇംഗ്ലീഷിൽ ഒരുപക്ഷെ ഞാൻ പറയല്ലേ, നിങ്ങൾക്ക് വായിക്കാനും മടിയായിരിക്കാം, ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ വായിക്കാൻ മടിയാണ്. പക്ഷെ നിങ്ങൾ വായിക്കുക, കാരണം നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണോ കുട്ടികൾക്ക് അത് ഉച്ചരിച്ചെടുക്കുന്നത് അതായിരിക്കും അവരെന്ത് ചെയ്യുക, അവരുടെ മൈൻഡിൽ അത് സ്റ്റെക്ക് ചെയ്യുക. സോ നിങ്ങൾ വായിക്കാൻ നന്നായിട്ട് പഠിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഫോണിക് സൗണ്ട്സിൽ പഠിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ചില ആൾക്കാർ ചില ലെറ്റർ ജീന്റെ സൗണ്ട് ഒക്കെ ഗിങ്കർ എന്നൊക്കെ വായിക്കുന്ന എത്രയോ ആൾക്കാർ ഞാൻ കേട്ടു. ജിഞ്ചർ എന്നാണ് ശരിക്കും അതിന്റെ സൗണ്ട്, പക്ഷെ ജീന്റെ സൗണ്ട് അവർ പഠിച്ചു വെച്ചിട്ടുണ്ട് ഗ ആണ്. സോ അവരെന്ത് ചെയ്യും, ഗിങ്കർ. അതൊക്കെ നമുക്കത് ഭയങ്കര മോശമാണ്. ഒരു ടീച്ചർ ഒരു തെറ്റ് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിലും വലിയൊരു ഷെയിം ആ ടീച്ചർക്ക് ഇല്ല. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആ സൗണ്ടുകൾ ഏതാണോ ലെറ്റേഴ്സിന്റെ സൗണ്ടുകൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. പിന്നെ നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ല് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നന്നായിരിക്കണം. പിന്നെ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കണം. ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ഭാഗങ്ങളാണ്. കാരണം നമ്മൾ ഒരു ബേസിക്കും ഇല്ലാത്ത കുട്ടികളുടെ മുമ്പിലേക്കാണ് ചെല്ലുന്നത്. നമ്മുടെ ബേസിക് ആണ് അവർക്ക് കൊടുക്കേണ്ടത്. സോ നമ്മുടെ ബേസിക് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്തിരിക്കുക. യെസ്, നമ്മുടെ ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഒന്നും പേടിക്കാനില്ല. നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് നിൽക്കാം. സോ മനസ്സിലായല്ലോ, ഈ 4 കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്: സ്പീക്കിംഗ്, ലിസണിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. Okay, very good. Communicative English help us use to English naturally to express our thoughts, feeling and ideas. ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞു അല്ലേ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്താ നമുക്ക് ചെയ്യുന്നത്, help us to use English naturally to express our thoughts. നമ്മുടെ ചിന്തകൾ എക്സ്പ്രസ് ചെയ്യാൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വേണം. ഫീലിങ്സ്, നമ്മുടെ ഇമോഷൻസ് അല്ലേ, നമ്മുടെ ഇമോഷൻസ് പാസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഭാഷ വേണം. സോ അത് തന്നെയാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഐഡിയാസ്, നമ്മുടെ കയ്യിൽ കുറേ അറിവുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ ഭാഷയില്ല. നമ്മൾ എങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും അല്ലേ? ആ സമയത്ത് നമ്മൾ സ്റ്റെക്കായി പോവാ. നമ്മുടെ കയ്യിൽ ഞാൻ ഒരുപാട് PhD MD ഒക്കെ എടുത്ത ഒരാളാണ്, പക്ഷെ എനിക്ക് ലാംഗ്വേജ് ഇല്ല. പക്ഷെ നമുക്ക് നമ്മുടെ ആ ഒരു ഐഡിയാസ്, നമ്മുടെ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു മാർഗമാണ് ഇവിടെ ഇംഗ്ലീഷ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. സോ നിങ്ങളെ അതിലെന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്തിരിക്കണം. നെക്സ്റ്റ്, ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പഠിക്കുക. ഫസ്റ്റ് തന്നെ അതൊരു ബേസിക് ആണ്. നിങ്ങളൊരു ഇന്റർവ്യൂ ബോർഡിൽ പോയിരുന്നാലും കുട്ടികളുടെ മുമ്പിലാണെങ്കിലും ഒരു ഫസ്റ്റ് പാരന്റ്സ് മീറ്റിംഗിലാണെങ്കിലും നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പഠിക്കണം. സോ അത് ഫസ്റ്റ് നമ്മൾ എന്താ പറയാ, ഐ എം നൗഷിബ, ഐ എം കമ്മിങ് ഫ്രം, അത് ഫോർമൽ രീതിയാണ്. അത്യാവശ്യം നിങ്ങൾ അത് പഠിച്ചു വെക്കുക. എന്നിട്ട് പതിയെ അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ പണ്ടെങ്ങാനോ പഠിച്ച ഒരു തിയറിയിൽ ഫോക്കസ് ചെയ്യാതെ അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പ്രത്യേകിച്ച് ലാംഗ്വേജിലൊന്നും, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഭാഷ, ഒരു സബ്ജക്ട്, ഇപ്പൊ മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ്, ഇതൊക്കെ ആണെങ്കിൽ ഇതിനൊരു ഡെഫിനേഷൻ ഉണ്ടാവും. അത് തന്നെ നമ്മൾ ഫോളോ ചെയ്താലേ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. പക്ഷെ ഭാഷയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ രീതിയിൽ അതിനെ ഉൾക്കൊള്ളി ചെയ്താൻ പറ്റും എന്നുള്ളതാണ്. സോ ഹിയർ നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ്, അതായത് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ഒരു ലാംഗ്വേജ് ഉണ്ടാക്കിയിട്ട് അത് മറ്റുള്ളവരുടെ ഈ റൂളിലെ നിങ്ങൾ അത് ചെയ്യാവൂ എന്ന് പറയുന്നതിലപ്പുറം നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസിൽ അത് എഴുതിയെടുക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾക്ക് പകരം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആസ്ക് ക്വസ്റ്റ്യൻ, അതായത് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. എക്സ്പ്രസ് ഒപ്പീനിയൻ, യെസ്, നമുക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടാവും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ലാംഗ്വേജ് വേണം.
അതുപോലെ നമുക്കൊരു ഭാഷ അറിയുന്നില്ല, ഓക്കെ, ഇപ്പൊ നിങ്ങൾക്കുള്ള മെയിൻ പ്രോബ്ലം ആണ് നിങ്ങൾക്ക് ഭാഷ അറിയുന്നില്ല. ആ ഒരു ഭാഷ അറിയാമെങ്കിൽ രണ്ടുപേരും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഭാഷ അറിയുന്നില്ല, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ല, ഞാൻ പറഞ്ഞ ചമ്മി പോവോ എന്നുള്ളൊരു തോന്നലാണെങ്കിൽ നിങ്ങൾ അവരുടെ എന്തില്ല, അവരിലേക്ക് പോയിട്ട് ഇന്ററാക്ട് ചെയ്യോ? ഇല്ല. നമ്മൾ എന്താ പോവാ, ഞാൻ ആ വഴിക്ക് പോകണേയില്ല, ഞാൻ ആ വഴിക്ക് പോയാൽ ഇനി ഞാനെങ്ങനെ മോശമായാലോ എന്നൊരു തോന്നലേക്ക് വരാം. ഞാൻ ചമ്മി നാറും, ഞാൻ അങ്ങോട്ടില്ല, അങ്ങനെയല്ലേ വിചാരിക്കാം. പക്ഷെ നമ്മുടെ ലൈഫിൽ ഭാഷ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇടിച്ചങ്ങോട്ട് കയറിയിട്ട് എക്സ്ക്യൂസ് മീ എന്താ അവിടെ നടക്കുന്നതെന്ന് ചോദിക്കാലോ, അല്ലേ? സോ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് ലാംഗ്വേജ്, അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നല്ല ഏത് ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹോപ്പ് യു ക്ലിയർ ഡിയേഴ്സ്. ചാറ്റ് ബോക്സ് ഞാൻ നോക്കുന്നുണ്ട് നിങ്ങളെ, എല്ലാവരും പോയോ? യെസ്, ഓക്കെ ഓക്കെ ഡിയേഴ്സ്. ഓക്കെ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് നമ്മളെ എങ്ങനെയൊക്കെയാ സഹായിക്കുന്നതെന്ന് അറിയോ? സ്പീക്ക് കോൺഫിഡന്റ്ലി, നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു മാർഗമായിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ബിൽഡ് യുവർ ഗുഡ് റിലേഷൻഷിപ്പ്, അല്ലെ? നമുക്കറിയാം, നമുക്ക് നല്ലൊരു ലാംഗ്വേജ് ഉണ്ടെങ്കിൽ, നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള ഒരു കാപ്പബിൾ ആണെങ്കിൽ നമുക്ക് നല്ല നല്ല റിലേഷനുകൾ ഉണ്ടായിരിക്കും, അല്ലെ? നമ്മൾ പോസിറ്റീവ് റിലേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ കരിയർ, നമ്മുടെ എഡ്യൂക്കേഷൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലാംഗ്വേജ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുമ്പോട്ടേക്ക് വരാൻ പറ്റും. ഓക്കെ, വേൾഡ് വൈഡില്, അതായത് ഗ്ലോബലി അക്സെപ്റ്റഡ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അല്ലെ? നമുക്ക് ഏതൊരു നമ്മുടെ രാജ്യത്ത് നിന്നും അല്ലെങ്കിൽ മറ്റൊരു നമ്മുടെ സംസ്ഥാനത്തേക്കോ പോയാലും നമുക്കൊരു പക്ഷെ തമിഴോ ഒന്നും അറിയില്ല, പക്ഷെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. സോ അതെന്താണ്, ഒരു വേൾഡ് വൈഡ് എന്ത് ചെയ്തിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. സോ നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് നിങ്ങളെ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതിലാണ്. സ്പീക്ക് കോൺഫിഡൻസ്ലി, അതായത് നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവ്, നല്ല റിലേഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ്, പിന്നെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, ഐഡിയാസ്, നമ്മുടെ കരിയേഴ്സ് ചൂസ് ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഹെൽപ്പ് ചെയ്യും. നമുക്ക് നന്നായിട്ട് ഭാഷയുണ്ടെങ്കിൽ നമുക്ക് നല്ല എന്ത് ചെയ്യും, ചാൻസുകൾ കിട്ടും. ഒരു പക്ഷെ ഒരാൾക്ക് നല്ല അറിവുണ്ട്, പക്ഷെ അയാൾക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും, നെഗ്ലക്ട് ചെയ്യും, അല്ലെ? അയാൾ സെക്കൻഡ് ഒപ്പീനിയൻ ആയിട്ട് മാറും. സോ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഓരോ തര ടീച്ചർ ആവാനുള്ളവരല്ലേ, അവരൊന്നും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ആവാതെ നിങ്ങളാണ് ഫസ്റ്റ്, നിങ്ങളാണ് ബെസ്റ്റ് എന്ന് അവർ ചൂസ് ചെയ്യണം. നിങ്ങളുടെ ലാംഗ്വേജ് കണ്ടു, യെസ് ആ ടീച്ചറെ കൊണ്ട് പറ്റും, ടീച്ചറുടെ ലാംഗ്വേജ് അടിപൊളിയാണെന്ന് പറയാം. ഓക്കെ, ഇത് പിന്നെ നിങ്ങളുടെ എക്സ്പ്രസ് യുവർ ഐഡിയാസ്, അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു 4 ലാംഗ്വേജ് സ്കിൽസ്, അല്ലെ? നമ്മൾ അറ്റ്ലീസ്റ്റ് 4 ലാംഗ്വേജ് സ്കിൽസ് എങ്കിലും നമ്മൾ കയ്യിൽ കരുതിയിരിക്കണം. ലിസണിങ്, അണ്ടർസ്റ്റാൻഡ് ദ സ്പോക്കൺ ഇംഗ്ലീഷ്. ഓക്കെ, ഈ 4 സ്കിൽസുകളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ലിസണിങ്, അണ്ടർസ്റ്റാൻഡിങ്, സ്പോക്കൺ ഇംഗ്ലീഷ്. എന്താണ് സ്പോക്കൺ ഇംഗ്ലീഷ്? നമ്മൾ ഒരിക്കലും എഴുതി പഠിച്ചുകൊണ്ട് ഒരു ഭാഷയെ നമുക്ക് സ്വായത്തമാക്കാൻ പറ്റില്ല. ഓക്കെ, എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ കേൾക്കാൻ വേണ്ടിയിട്ട് പറയാണ്, ഒരു ഭാഷയും നമുക്ക് നോട്ട്ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചതുകൊണ്ടോ, ഇതാണ് കേട്ടോ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് PDF ഷെയർ ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഭാഷ ഉണ്ടാവാൻ പോകുന്നില്ല. അതിന് നിങ്ങൾ സംസാരിച്ചേ മതിയാവുള്ളൂ. നിങ്ങൾക്ക് എന്നോട് സംസാരിക്കുമ്പോൾ അത് ഇംഗ്ലീഷിലായിരിക്കാം, ഓക്കെ? നിങ്ങൾക്ക് എന്നോട് വോയിസ് അയക്കാം, മേ ബി അത് പൊട്ട തെറ്റായിരിക്കാം, ബട്ട് എന്റെ മുമ്പിൽ നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ഒന്നും എല്ലാതും സംസാരിക്കാനുള്ള ഒരു ഫ്രീ ആണ്, ഞാനത് തിരുത്തി തരും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രീ ആയിട്ട് സംസാരിക്കുക. ഒരിക്കലും അത് എഴുതി വെച്ചിട്ടോ ബുക്കിൽ എഴുതി വെച്ചതുകൊണ്ടോ എനിക്ക് ലാംഗ്വേജ് ഉണ്ട് എന്ന് നമുക്കത് പറയാൻ പറ്റില്ല. ഓക്കെ, സ്പീക്കിംഗ് ഉണ്ടോ, എക്സ്പ്രസ് യുവർ തോട്ട്സ്, നമ്മൾ സംസാരിക്കുക. ഓക്കെ, നിങ്ങൾ സംസാരിച്ചേ മതിയാവും. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ രണ്ടാമത്തെ പോയിന്റ് ആണ് ലിസണിങ്, സ്പീക്കിംഗ്. മൂന്നാമത്തെ റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഓക്കെ, ഞാൻ ഇത് ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞതാണ്. ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ ഓക്കെ, നമ്മുടെ ഫസ്റ്റ് വീക്കില് നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നുള്ളതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് നോക്കുന്നത്. അതിന്റെ മെയിൻ കാര്യങ്ങളാണ് ഈ 4 സ്കിൽസ്: ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് ഒന്നും കൂടി ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, ലിസണിങ്, സ്പീക്കിംഗ്. യെസ്, ഈ 4 കാര്യങ്ങൾ ഇത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങളുടെ ഒരു ടീച്ചർ കരിയർ മാത്രമല്ല, എല്ലാ രീതിയിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ 4 സ്കില്ല്. ഈ 4 സ്കില്ലും നിങ്ങൾ എന്ത് ചെയ്യുക, വളർത്തിയെടുക്കാൻ നിങ്ങൾ തന്നെ സ്വയം തയ്യാറെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ വീക്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഫോണിക് സൗണ്ട്സുകളാണ്. ലെറ്റേഴ്സിന്റെ അതായത് നമുക്കുള്ള
എല്ലാ ലെറ്റേഴ്സിന്റെയും സൗണ്ടുകൾ കൃത്യമായിട്ട് പഠിക്കുക. ചില ലെറ്റേഴ്സിന്റെ ഇവിടെ വൗവൽസ് അറിയുന്നവരുണ്ടോ? എന്താണ് ഇംഗ്ലീഷിലെ വൗവൽസ് എന്നുള്ളത്? യെസ്, ഓക്കെ, അറിയാം അല്ലെ? ഇനി ഇൻ കേസ് യെസ്, വെരി ഗുഡ്. AEIOU എന്നുള്ളതാണ് വൗവൽസ്. എന്താണ് ഈ വൗവൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ മലയാളത്തിൽ സ്വരാക്ഷരങ്ങൾ എന്ന് പഠിക്കാറില്ലേ? ഒരു ബേസിക് അക്ഷരങ്ങള്, സ്വരാക്ഷരങ്ങൾ ആ ഇ ഉ എന്നുള്ള, അതുപോലെ ഇംഗ്ലീഷിലെ നമ്മൾ സ്വരാക്ഷരങ്ങളായിട്ടാണ് AEIOU ഈ 5 അക്ഷരങ്ങൾ കഴിയുന്നത്. ഈ 5 അക്ഷരങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ആണുള്ളത്. ഓക്കെ, AEIOU. യെസ്, നമ്മൾ വൗവൽസുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? യെസ്, അത് കുറച്ചുകൂടി ബ്രീഫ് ആണ് ഇടാ. അതായത് നമ്മൾ സെന്റൻസ് എ ആപ്പിൾ എന്നല്ല പറയാ, പകരം ആൻ ആപ്പിൾ എന്നാ പറയാ. ഇവിടെ ഷബ്ന പറഞ്ഞു. ഓക്കെ, യെസ്, നമ്മൾ എന്താ വൗവൽസിന്റെ മുമ്പില്, സോ നിങ്ങൾ ഈ വൗവൽസിന്റെ സൗണ്ടുകളൊക്കെ വ്യത്യാസമുണ്ട്. വൗവൽസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലോങ് വൗവൽ സൗണ്ടും ഷോർട്ട് വൗവൽ സൗണ്ട്സുകളും ഒക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ ലെറ്റർ എക്ക് എ എന്നുള്ള സൗണ്ടും എ എന്നുള്ള സൗണ്ടും ഉണ്ട്. രണ്ടും നിങ്ങൾ പഠിക്കണം. ഓക്കെ, ലെറ്റർ എന്റെ സൗണ്ട് ശ്രദ്ധിക്കുക. എ വായ നന്നായിട്ട് വൈഡ് ചെയ്തിട്ട് പറയാ. മേ ബി നിങ്ങൾ ഈ പറയുമ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ തൊട്ടടുത്തുള്ളവരൊക്കെ കളിയാക്കിക്കോട്ടെ, പക്ഷെ നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവും. ഓക്കെ, ലെറ്റർ എന്റെ സൗണ്ട് എ, ബിന്റെ സൗണ്ട് ബ്. ലെറ്റർ എക്ക് 2 സൗണ്ട് ഉണ്ട്, ബിക്കോസ് ലെറ്റർ എ വൗവലാണ്. അപ്പൊ ലെറ്റർ എക്ക് ഈ വൗവൽ സൗണ്ട് ഒക്കെ ലോങ് സൗണ്ടും ഉണ്ട്, ഷോർട്ട് സൗണ്ട് ഉണ്ട്. ലോങ് സൗണ്ട് ആണ് എ. ഓക്കെ, സോ നിങ്ങൾ അത് ഫോക്കസ് ചെയ്യുക. ലെറ്റർ എക്ക് ഉണ്ട്, പിന്നെ ഇക്ക് ഇ എന്നുണ്ട്, എ എന്നുള്ള സൗണ്ടും ഉണ്ട്. ലെറ്റർ ഇക്ക് ഇ എന്നും സൗണ്ട് ഉണ്ട്, ബേസിക് സൗണ്ട് ആണ് കേട്ടോ. ലെറ്റർ ഇന്റെ ബേസിക് സൗണ്ട് ആണ് ഇ, ദെൻ അതിന്റെ സൗണ്ട് ആണ് എ. ഓക്കെ, യെസ്, എലിഫന്റ്. യെസ്, നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ഐന്റേത്, ഐക്ക് ഇ ഉണ്ട്, ഐ എന്നുള്ള സൗണ്ട് വരും അല്ലെ? നമ്മള് ഇങ്ക് പോട്ട് എന്ന് പറയുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഇങ്ക് പോട്ട്, അവിടെ നമ്മൾ ഐന്റെ സൗണ്ട് എന്താ വന്നിരിക്കുന്നത്? ഇ, ഇങ്ക് പോട്ട്. ബട്ട് നമ്മൾ ഐസ്ക്രീം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഐക്ക് ഐന്റെ ബേസിക് സൗണ്ട് ആണ് യൂസ് ചെയ്യുക. യെസ്, ക്ലിയർ ആയോ? അതുപോലെ ഓക്ക് ഉണ്ട്. ഓന്റെ സൗണ്ട് ഓ വരും, സൗണ്ട് വരും. അതുപോലെ യുന്റെ സൗണ്ട് യൂണിഫോം എന്ന് പറയുന്ന സൗണ്ട് യുന്റെ ബേസിക് സൗണ്ട് ആയ യു തന്നെയാണ്. ബട്ട് ചില സമയങ്ങളിൽ അംബർല, അവിടെ നമ്മൾ ഒരിക്കലും യുവിന്റെ സൗണ്ട് യു വെച്ചിട്ട് നമുക്ക് അംബർല എന്ന് വായിക്കാൻ പറ്റുമോ? ഇല്ല. യുവിന്റെ സൗണ്ട്, യെസ്, അങ്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും യുവിന്റെ സൗണ്ട് അല്ലല്ലോ, സൗണ്ട് ആണ്. സോ ഈ വൗവൽസിലാണ് നമുക്ക് ഇങ്ങനെ ലോങ് സൗണ്ട്, ഷോർട്ട് സൗണ്ടുകൾ വരാം. അത് ശ്രദ്ധിക്കണം കേട്ടോ. ക്ലിയർ? ഓക്കെ, സോ അതുകൊണ്ടാണ് വൊവൽസിനെ നമ്മൾ പ്രത്യേകം കാറ്റഗറി ആയിട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളത് കോൺസണൻസ് ആണ്. ബാക്കിയുള്ള 21 അക്ഷരങ്ങൾ നമ്മൾ കോൺസണന്റ് ആയിട്ടാണ് പറയുക. നിങ്ങൾ പഠിക്കേണ്ടത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിന്റെ മുഴുവൻ ഫോണിക് സൗണ്ടുകളും കൃത്യമായിട്ട് ബൈഹാർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PDF വായിക്കാം. ഫോണിക് സൗണ്ട്സിൽ അറിയുന്നില്ലെങ്കിൽ ഞാൻ വോയിസ് ആയിട്ടാണോ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എങ്ങനെയാ വേണ്ടത്? ഇപ്പൊ ഞാൻ പറഞ്ഞു തരണോ ലെറ്റർ ഓരോന്നിന്റെയും സൗണ്ടുകള്? ഓക്കെ, ഞാൻ വോയിസ് ആയിട്ടും ഈ ഓരോ ലെറ്റേഴ്സിന്റെയും സൗണ്ട് അതിന് പകരം ഞാൻ ഒരുമിച്ച് നിങ്ങൾക്ക് ഓരോ സൗണ്ടുകൾ അയച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ വോയിസ് ആയിട്ട് അയക്കാം കേട്ടോ. PDF ഒരു വോയിസ് നോട്ടിന്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് ഓരോ സൗണ്ടുകളും എങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് ഇനി എന്താ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ളത്? ഇനി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ഡേ നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? അതും ഇംഗ്ലീഷിൽ. ആ ഒരു കോൺഫിഡൻസ് ഉള്ളവർ എത്ര പേരുണ്ട് നമ്മുടെ ഇടയിൽ? നിങ്ങളുടെ കുട്ടികളുടെ മുമ്പിൽ ഞാൻ വേർഡ് ആവാതെ യെസ് എന്നെ കൊണ്ട് പറ്റും, ഐ ക്യാൻ ഡു ദാറ്റ് എന്ന് കോൺഫിഡൻസ് ഉള്ള ആരൊക്കെ ഉണ്ട്? ഷുവർ. നെക്സ്റ്റ്, ഗ്രേറ്റ് ഡിയർ. അപ്പോൾ ഇതിൽ ഒരുപാട് പേരുണ്ട്, ഞാൻ വിചാരിച്ച പോലെയല്ല. ഒരുപാട് പേർക്ക് നന്നായിട്ട് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റൂലേ? ആരെങ്കിലും ഒരാള് മൈക്ക് ഓൺ ചെയ്ത് ഒന്ന് പറയാൻ പറ്റുമോ? ജസ്റ്റ് നിങ്ങളുടെ കുറിച്ചിട്ട് ഒരു ഇംഗ്ലീഷില്. Hello, good afternoon, ma'am. Yes, very good afternoon, dear.
I'm Maria from Angamali. It's from Ernakulam district. Okay, Maria. I have done my BSc nursing. Oh, great. Why are you choosing? Yeah, can I get you again? I didn't get you. Why are you choosing? Ma'am? Ma'am, it's getting break. Hello? My voice breaking. Ma'am, I can't understand. It's getting break. Your voice is getting break. Because it's little climate disturbance is there. Thunderstorms. Hello? Hello? Yes, Maria, please. Maybe my contact. Please. Hello? Hello. Hello, ma'am. Hello? മൈക്ക് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്യണം. നിങ്ങൾ സംസാരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യണം. Hello? Maria, please. Ma'am, actually, I done my BSc nursing from Visakhapatnam, Andhra. I finished it there and I had my lecture class for the nursing students. And also my practical everything was done in Visakhapatnam hospital. After that I got married and I had got settled in Kerala. I have a kid. She's 9 years old and she's studying in St. Patrick's Academy, Manapura. Hello. Maria, please check your chat box. Hello, can you get me, ma'am? Yes. ഓക്കെ, മേ ബി ഞാൻ സംസാരിക്കുമ്പോഴും രണ്ടുപേരും മൈക്ക് ഓൺ ചെയ്യുമ്പോൾ ആ ഒരു എക്കോ ആയിരിക്കാം. ഞാൻ മരിയോട് ചോദിച്ച ചോദ്യത്തിന് മരിയ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾ പിന്നീട് ആ ഒരു തീം ഇട്ടിട്ട് ഇതിലോട്ടേക്ക് വരാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാവും അല്ലെ? സോ അവരുടെ ആയിരിക്കും, പേഴ്സണൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. ഇനി ആർക്കാണ് സംസാരിക്കാൻ പറ്റുക? ഒരുപാട് പേര് ഓക്കെ എന്ന് പറഞ്ഞിരുന്നല്ലോ. Ma'am, I can. I'm Shabna. Myself, Shabna. I'm from Perumbavoor, Ernakulam. I'm married 10 years. I studied BA English from UC College. After that, I have a long gap. My 3 children. So afterwards of my pregnancy, delivery, everything, I was cut off from studies. Now I'd like to continue it, so I joined here. My passion of profession is always teaching, and now I'm a fitness trainer also. It's online. I'm working in Mars Easy Learning Hub as teacher now. It's also online. I now want to do it offline, so I'm doing this Montessori diploma. Thank you. ഓക്കെ, വെരി ഗുഡ്. നന്നായിട്ട് പ്രസന്റ് ചെയ്തു. സോ ലാംഗ്വേജ് ഇസ് വെരി ഗുഡ്. നെക്സ്റ്റ് ആർക്കാ പറ്റാ? അതെ, നമ്മൾ ടീച്ചർ ആവാൻ പോകുന്നവരാണ് കേട്ടോ. നമ്മളിങ്ങനെ വിളിക്കേണ്ട കാര്യമായി. ചാൻസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. Hi, ma'am. Good afternoon. Okay, very good. My name is Monsina. I don't know any more English, but I will try my best. I have 2 naughty boys. The younger one is 10 years old, and the elder one 10 years old, and the younger one 2.5 years. I studied only +2. I didn't studied anymore. I joined here
because of many dreams. I want to become anything, and I want to. I don't know how can I say. അങ്ങനെ Okay. തന്നെ പറയും. നന്നായിട്ട് ട്രൈ ചെയ്തു, അങ്ങനെ തന്നെ പറയാ. നമ്മൾ ആദ്യമൊക്കെ പറയുമ്പോ നമ്മുടെ ലാംഗ്വേജ് ശരിക്കും നമ്മൾ സംസാരിക്കുന്ന സമയത്തെ നമ്മൾ ഗ്രാമർ നോക്കിയിട്ടൊന്നും അല്ലേ സംസാരിക്കുക. നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇപ്പൊ നമ്മൾ ഒരാളോട് ചായ വേണോ, മലയാളത്തിൽ അങ്ങനെയല്ലേ ചോദിക്കാം, നിങ്ങൾക്ക് ചായ വേണോ. പക്ഷെ ഇംഗ്ലീഷിൽ നമ്മൾ ഒരാളെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. യു ഹാവ് ടീ അല്ലെങ്കിൽ ജസ്റ്റ് ടീ എന്ന് ചോദിച്ചാൽ മതി, അവിടെ ആ കാര്യങ്ങൾ തീരും. സോ അതാണ് ഇംഗ്ലീഷ് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. കൂടുതൽ നീട്ടി വലിച്ചു പറയുന്നതിന് പകരം സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒരു വേർഡ്, പിന്നെ നമ്മുടെ ആ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ആ ഒരു ടോൺ അല്ലെ. നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മുടെ ടോണിൽ വ്യത്യാസം വരുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറ്റില്ല അയാളുടെ ഇമോഷൻസ് എന്താണെന്നുള്ളതൊക്കെ. ചില കാര്യങ്ങൾ നമ്മൾ ഷൗട്ട് ചെയ്ത് സംസാരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ ഇമോഷൻസ് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും അയാളുടെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത്. സോ അതെന്ത് ചെയ്യാം. ഓക്കെ മരിയ, നോ പ്രോബ്ലം. ഓക്കെ എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നമ്മുടെ ഇമോഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വെച്ച് നമുക്ക് മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ഉൾക്കൊള്ളിക്കുക. അപ്പോൾ ഈ ഒരു ഡേയില് നിങ്ങൾ എന്താണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇത് പഠിച്ചാലും നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്താണ്, നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു ബേസിക് കോൺഫിഡൻസ്, ആ ഒരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തേ മതിയാവുള്ളൂ. നിങ്ങൾക്ക് എന്നോട് ഇംഗ്ലീഷിൽ സംസാരിക്കാം. ഓക്കെ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്റെ ഇംഗ്ലീഷ് ലാംഗ്വേജും അടിപൊളിയാവില്ലേ. സോ നിങ്ങൾ എന്നോട് സംസാരിക്കുക, നിങ്ങളുടെ ഹോംവർക്കുകൾ ചെയ്യുക. നമ്മുടെ ആ ഇംഗ്ലീഷിന്റെ ഗ്രൂപ്പിൽ നമ്മൾ ജസ്റ്റ് ഹായ് എന്ന് പറയുന്നതിന് പകരം എന്തെങ്കിലും ഒരു ഇന്ററാക്റ്റീവ് അതിൽ ചെയ്താൽ മതി. ഡെയിലി എന്തെങ്കിലും ഒരു വൊക്കാബുലറി പഠിച്ചു കഴിഞ്ഞാൽ അതൊരു ബെറ്റർ തോട്ട് ആണ് അല്ലെ. ചിലപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൽ മാനേജർ അതൊക്കെ നമുക്ക് സെക്ഷൻസ് ഓരോന്ന് വരുന്നുണ്ട്, എങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ വാൺ ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ നമ്മുടെ ആ ഒരു ലാംഗ്വേജ് ആയിരിക്കും മറ്റുള്ളവരിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, പാസ് ചെയ്യാം. Hope it's clear, my dears. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടാവും? യെസ്, വെരി ഗുഡ്. ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ കുട്ടികളോട് പറയാ. അത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ലാംഗ്വേജസ് നമ്മളെക്കാട്ടിലും ഭയങ്കര ബെറ്റർ ആണ്. ആ ഒരു ആക്സന്റ് ഒക്കെ അവർ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും അല്ലെ. പ്രത്യേകിച്ച് അവരുടെ ബുക്കിൽ നോക്കിയാൽ പറയാം, മേ ബി അവർ കേഴ്സീവ് ഒക്കെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇംഗ്ലീഷിന്റെ സ്മോൾ ലെറ്റേഴ്സ് ഒക്കെ പഠിക്കുന്നത് 4 എത്തിയപ്പോഴാ. പക്ഷെ ഇപ്പോഴത്തെ ആ ലേണിംഗ് സിസ്റ്റമേ മാറി. ഇപ്പൊ എന്താണ്, ഒരു KG മോണ്ട് 1 തന്നെ അവര് എന്ത് ചെയ്യാ, പ്രാക്ടീസ് ചെയ്യാ, പിന്നെ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ലെറ്റേഴ്സിൽ ഹിന്ദി വരെ നമ്മുടെ കുട്ടികൾക്ക് അറിയാം അല്ലെ. ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്തുമ്പോഴേക്കും നമ്മുടെ കുട്ടികൾ ഭാഷ കൈകാര്യം ചെയ്യുന്ന ആ ഒരു സ്കില്ല് കാണുമ്പോൾ നമുക്ക് തന്നെ ഷോക്കായി പോകും. ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു ഗ്രാൻഡ് പാ ഇംഗ്ലീഷ് പഠിക്കാൻ 72 years ആയിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ ഈ സമയത്ത് ഒരു പഠിക്കാനൊരു ഇതെന്ന് ചോദിച്ച സമയത്ത് അയാൾ എന്നോട് പറഞ്ഞത് എന്താ അറിയോ, അയാൾക്ക് ഒന്നും ചെയ്യാനില്ല, ലൈഫിൽ ഒന്നും ചെയ്യാനില്ല, ക്യാഷ് ഉണ്ട്, എല്ലാം സെറ്റിൽ ആണ്. ബട്ട് അയാളുടെ പാരന്റ്, അതായത് ഗ്രാൻഡ് ചിൽഡ്രനുമായിട്ട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. കുട്ടി നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുള്ളൂ, മക്കളും എന്ത് ചെയ്യും, ഹസ്ബൻഡും ഒക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അയാളാണ് ഈ കുട്ടികളെ നോക്കുന്നത്. സോ ആ കുട്ടിയോട് സംസാരിക്കാൻ ഈ എന്ത് ചെയ്യണം, ഗ്രാൻഡ് ഫാദറിന് എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് പഠിക്കണം. അതിന് വേണ്ടിയിട്ട് എന്റെ മുമ്പിൽ വന്ന ഒരു 72 വയസ്സുള്ള ഒരാൾ. പക്ഷെ ഞാൻ ഒരിക്കലും അയാളെ ഡിമോട്ടിവേറ്റ് ചെയ്തല്ല ചെയ്ത്, ആ ഒരു ഏജിലും അയാൾ കാണിച്ച ആ ഒരു കോൺഫിഡൻസ്, എന്നെ കൊണ്ട് പഠിക്കണം. അയാൾക്ക് എത്ര തവണ ബെസ്റ്റ് അവാർഡൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, നല്ല സ്റ്റുഡന്റ് ഒരു കാറ്റഗറിയിലൊക്കെ അയാൾ എത്തിയിട്ടുണ്ട്. സോ അയാളും ഞാൻ ഈ 72 വയസ്സായ ആ മനുഷ്യരെയും ഞാൻ 1ാം ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളെ പോലെ ലെറ്റേഴ്സിന്റെ സൗണ്ടുകളാണ് പഠിപ്പിച്ചു തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ലെറ്റേഴ്സിന്റെ സൗണ്ടുകൾ പഠിക്കുന്നതിൽ ഈ ടീച്ചർ ഇപ്പൊ ലെറ്റേഴ്സിന്റെ സൗണ്ടാണ് എടുത്തത്, അത് നിങ്ങളോട് അത് കാണിക്കേണ്ട കാര്യമില്ല. ലെറ്റേഴ്സിന്റെ സൗണ്ടുകൾ ക്ലിയർ ചെയ്യുക, ആ ലെറ്റേഴ്സിന്റെ സൗണ്ടുകൾ വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ലെറ്റേഴ്സിന്റെ സൗണ്ടുകൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾ ലെറ്റേഴ്സിന്റെ സൗണ്ട് പഠിക്കുക. ഇതിൽ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്ത ഏതെങ്കിലും ആളുകളുണ്ടാവും. ടു ബി ഫ്രാങ്ക് നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയിപ്പോ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പറയാൻ മടിയാണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എന്നോട് ചോദിക്കാം, എനിക്ക് വായിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതിൽ. ഫ്ലുവന്റ് ആയിട്ട് റീഡിങ് കപ്പാസിറ്റി ഉണ്ട് എന്ന് കോൺഫിഡൻസ് ഉള്ളവരോ, അതായത് എനിക്ക് ഏത് ഇതും തെറ്റുകൂടാതെ വായിക്കാം. ഓക്കെ,
ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതിൽ അറിയാത്ത ആൾക്കാരുണ്ടോ? ചാറ്റ് ബോക്സിൽ ഞാൻ പേര് റിപ്പീറ്റ് മാത്രമേ കാണുന്നുള്ളൂ. വേറെ ആൾക്കാരൊന്നും ഈ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. നമുക്കത് തെറ്റുകൂടാതെ വായിക്കാൻ പറ്റുക അല്ലെ? അത് വായിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു കഴിവാണ്. തെറ്റുകൂടാതെ വായിക്കാൻ പറ്റുക. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഫോണിക് സൗണ്ടിന്റെ കൂടെ ലെറ്റേഴ്സുകൾ ചേർത്ത് വായിക്കുമ്പോൾ സൗണ്ടുകൾ വേരി ചെയ്യുന്നുണ്ട്. അത് എവിടേക്കാണ്? ഞാൻ പറയട്ടെ, നമ്മുടെ കുട്ടികൾക്ക് ഒരിക്കലും നമ്മൾ തെറ്റ് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ മൈൻഡിൽ നമ്മൾ എന്താണോ ഇൻജക്ട് ചെയ്യുക അത് അവരായിരിക്കും അത് പാസ് ചെയ്യുക അല്ലെ? ആ ടീച്ചർ പഠിപ്പിച്ചിട്ട് ഇത് എന്താണ് ഫുള്ള് തെറ്റാണ്. കാരണം ഇപ്പോഴത്തെ എല്ലാ പാരന്റും എഡ്യൂക്കേറ്റഡ് ആണ്. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന നമ്മുടെ കുട്ടികളെല്ലാം നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് കുറച്ചും കൂടി യങ് ആണ്. അവരുടെ പ്രത്യേകിച്ച് ഈ AI ഒക്കെ ഉള്ള കാലമാണ്. നമ്മുടെ കുട്ടികളുടെ കപ്പാസിറ്റി നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണ്. അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ചെറിയ കുഞ്ഞു KG പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ അവനാണ് വൺ ഓഫ് ദ ബെസ്റ്റ്. ഞാൻ പറയുന്നത്, ഒരു ഡോക്ടറെ വാർത്തെടുക്കുന്നത് ടീച്ചറൊക്കെ പറയുമ്പോൾ, നമ്മൾ പ്രൊഫസർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവരെ കാണുമ്പോൾ ഇതാണ് KG ടീച്ചറാ. ചിലർക്ക് അങ്ങനെ ഒരു പുച്ഛമുണ്ട്. പക്ഷെ ഒരു KG ടീച്ചർ ചെയ്യുന്ന ജോലി എന്താണ് എന്ന് ശരിക്കും നമ്മൾ ആ ക്ലാസ്സിൽ പോയിരിക്കണം. ഒരു വലിയൊരു കാര്യം ആ ടീച്ചർ ചെയ്യുന്നത്. ആ കുട്ടികളുടെ മൈൻഡ് ശ്രദ്ധിക്കണം. അതേപോലെ ആ കുട്ടിയുടെ കാര്യങ്ങൾ, ആ കുട്ടിയുടെ ലാംഗ്വേജ്, ആ കുട്ടി ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ടേക്ക് എത്തുമ്പോഴേക്കും ആ കുട്ടിയുടെ A to Z ആ കുട്ടി ലാംഗ്വേജ് പഠിച്ചിരിക്കുകയാണ്. അത് എവിടുന്നാ വരിക? നമ്മുടെ കയ്യിൽ നിന്നാ വരിക. സോ ആ ഒരു കപ്പാസിറ്റി, ആ ഒരു ക്വാളിറ്റി ഉള്ള ടീച്ചറായിട്ട് നമ്മൾ മാറുക അല്ലെ? ആ ടീച്ചറിന്റെ ക്ലാസ് സൂപ്പർ ആട്ടോ, ടീച്ചർ പഠിപ്പിച്ചിട്ടാട്ടോ നമ്മുടെ കുട്ടികൾ അങ്ങനെ ആയേ എന്നുള്ളത് ഇല്ലേ? ആ സ്കൂളിന് നമ്മളെ കുറിച്ച് ടീച്ചറെ ഞാൻ എന്ത് ചെയ്തു, ഹയർ ചെയ്ത് കുടുങ്ങിയല്ലോ എന്ന് ആ ഒരു ടീം നമ്മളെ വിചാരിക്കുന്നതിന് പകരം യെസ്, ആ ടീച്ചർ കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായിട്ടോ, അക്കാഡമിക് ലെവൽ ആ ടീച്ചർ നമുക്ക് കൊണ്ടുവന്ന ക്വാളിറ്റി ഒത്തിരി ആണെന്നുള്ളത് നമ്മളെ കുറിച്ച് പറയണം. സോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഈ ടാസ്ക് തന്നിരിക്കുന്നത് കേട്ടോ. ഒരിക്കലും അതൊരു നിങ്ങൾക്കൊരു ഷൈ തോന്നരുത്. പഠിച്ചവരാണെങ്കിൽ ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യുക. ഇൻ കേസ് അത് അറിയാത്തവരാണെങ്കിലോ അത് പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കണക്കാക്കുക. ഓക്കെ, ഇനി എന്താ പറയാനുള്ളത്? എന്തൊക്കെ ഞാൻ ഇന്നലെ തുടങ്ങി പ്രാക്ടീസ് ചെയ്തിരുന്നു. ഇന്നിപ്പോ നിങ്ങളുടെ മുമ്പിൽ എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എന്താന്ന് ആലോചിക്കുന്നത്. ഓക്കെ ഓക്കെ ഒരു കാര്യം വെരി ഇമ്പോർട്ടൻസ്. ഓക്കെ, നിങ്ങൾക്ക് 10 സെന്റൻസ് സ്വന്തമായിട്ട് 10 സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണം. പ്ലീസ് നോട്ട്. എന്തൊക്കെ കാര്യങ്ങൾ എന്ന് വെച്ചാല് 10 or 5 സ്വന്തമായിട്ട് ഒരാളുടെയും ഹെൽപ്പ് ഇല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു 5 വാക്കുകൾ മിനിമം, ഓക്കെ, ഒരു 5 സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. യെസ്, അപ്പൊ നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ പറയാം യെസ് എന്നെ കൊണ്ട് ഇത് പറ്റിയല്ലോ അല്ലെ? ഒരുപക്ഷെ എഴുതാൻ പറ്റുന്നവർക്ക് ഇത് സിമ്പിൾ ടാസ്ക് ആയിരിക്കും. പക്ഷെ ഞാൻ നോക്കുന്നത് നിങ്ങൾ ഏറ്റവും പഠിക്കാത്ത, നിങ്ങൾക്കൊന്നും അറിയാത്ത, അതൊരു മോശമല്ല കേട്ടോടാ. ഞാൻ ഇതേപോലെ വന്നാണ് സെന്റൻസ് ഒക്കെ ചെയ്യുമ്പോൾ റാനോ അതൊക്കെ നോക്കിയിരുന്ന ഒരു കാലം എനിക്കും ഉണ്ടായി. സോ അതെന്ത് ചെയ്യാ, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് ഇവിടെ ഞാൻ നിങ്ങൾക്ക് ലീഡ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആട്ടോ. ഈ 5 സെന്റൻസ് നിങ്ങളുടെ പേര് എന്താണെന്ന് പറഞ്ഞിട്ട്, നിങ്ങളുടെ ഏജ് എന്താണെന്ന് പറഞ്ഞിട്ട്, നിങ്ങളുടെ പ്ലേസ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ ഹോബീസ് ആൻഡ് കരിയർ ഗോൾസ്. ഈ 5 കാര്യങ്ങൾ പ്ലീസ് നോട്ട്. യുവർ നെയിം, ഏജ്, പ്ലേസ്, ക്വാളിഫിക്കേഷൻ, ഹോബീസ് ആൻഡ് കരിയർ ഗോൾസ്. ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു 5 സെന്റൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കുക. ഓക്കെ, ഇതൊരു ചലഞ്ച് ആയിട്ട് കൂട്ടിയാലോ? എന്തെങ്കിലുമൊക്കെ ഒരു മാച്ച് വേണ്ട ഇതില് അല്ലേ? ഒരു 5 സെന്റൻസ് ആടോ ഞാൻ പറഞ്ഞേ. സിമ്പിൾ അല്ലേ? എഴുതാൻ പറ്റില്ലേ? പിന്നെ നിങ്ങളോട് പറഞ്ഞ ഞാൻ ഷൈ ആയതില്. ഒരു 5 വാക്ക്. ഓക്കെ, നോട്ട് ചെയ്യാ. യുവർ നെയിം, ഏജ്, പ്ലേസ്, ക്വാളിഫിക്കേഷൻ, ഹോബീസ് ആൻഡ് കരിയർ ഗോൾസ്. ഓക്കെ, ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞുതരാം. I'm Naushiba. I'm from Calicut. I'm a teacher and I enjoy reading and teaching 2 children. I have 3 kids. My qualification now I am doing my B.Ed and physics. ഓക്കേടാ, ഒരു കാര്യം കൂടി. ഞാൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിനെക്കാട്ടും എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ആണ്. ഓക്കെ, ഗ്രൂപ്പിലാണ്. നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റികളും നിങ്ങൾ ഗ്രൂപ്പിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ പേഴ്സണലി അയക്കേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഹോംവർക്ക് ചെയ്യുന്നതും എനിക്ക് കാണണം, റാഫി സാറിന് കാണണം, സുഹീല മാമിനൊക്കെ കാണണം. നിങ്ങൾ ആരൊക്കെയാണ് ഹോംവർക്ക് ചെയ്യുന്നത് കൃത്യമായിട്ട്. ഇപ്പൊ ഇതില് നമ്മുടെ മോണിറ്റർ ആരായിരുന്നു ഈ മാസത്തെ? മൂസിന. നമ്മുടെ ക്ലാസ്സിൽ ആരൊക്കെ ജോയിൻ ചെയ്തു എന്നുള്ളത് ഫസ്റ്റ് എനിക്ക് നമ്മുടെ കിട്ടണം കേട്ടോ. അതിൽ നിങ്ങൾ ടിക്ക് ചെയ്യണം. നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് കിട്ടണം. ആ കുട്ടികളിൽ ഹോംവർക്ക് ചെയ്തവരെയും
ആബ്സെന്റ് ആയവരുടെ റീസൺ റാഫി സാർ നോക്കിക്കോളൂ. ഓക്കെ, നിങ്ങളുടെ വർക്കുകൾ ഇപ്പൊ നിങ്ങൾ ഹോംവർക്ക് ചെയ്ത് അയക്കുമ്പോൾ മറ്റുള്ളവർക്കും കൂടി യെസ് അവർക്ക് ചെയ്തയച്ചു അല്ലേ, അതൊരു ചാൻസ് ആണ്. ഇവിടെ നിങ്ങൾ ഹോംവർക്ക് ചെയ്തത് നിങ്ങളെ വാല്യൂ ചെയ്യാനല്ല, അത് നിങ്ങളുടെ പ്രാക്ടീസ് ചെയ്യാനാ. ഒരാൾ ചെയ്ത് കഴിയുമ്പോൾ മേ ബി നിങ്ങൾ അത് നോക്കൂലേ, എന്താണ് ഇന്ന് അവർ എഴുതിയതൊക്കെ നിങ്ങൾ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസുകൾ കിട്ടും. ഒരിക്കലും നമ്മൾ ഇതൊരു മറ്റുള്ളവർ കണ്ടത് ഒറ്റയ്ക്ക് അയക്കേണ്ട കാര്യം അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഈ ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ ഒരാളെ എഴുതുന്നത് മറ്റുള്ള കോപ്പി ചെയ്താൽ നോ പ്രോബ്ലം, അതെന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ അത് ഞാൻ വിചാരിച്ചു നിങ്ങൾ ഗൂഗിളിൽ തപ്പി കണ്ടുപിടിക്കരുത് കേട്ടോ, ഞാൻ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ നോക്കുക 6 കാര്യങ്ങൾ, 6 കാര്യങ്ങൾ. യുവർ നെയിം, ഏജ്, പ്ലേസ്, ക്വാളിഫിക്കേഷൻ, ഹോബീസ് ആൻഡ് കരിയർ ഗോൾസ്. പിന്നെ എന്നെ കുറിച്ച് എന്താ പറയണ്ടേ? ഐ വാണ്ട് ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് സ്കിൽ. ഇതൊന്നും വേണ്ടടാ, എന്നെ കുറിച്ച് നിങ്ങൾക്ക് പതിയെ മനസ്സിലാവും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ചോദിക്കാൻ? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിച്ചോളൂ. ഞാൻ ഇന്നലെ പ്രിപ്പയർ ചെയ്ത സംഭവങ്ങൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഫസ്റ്റ് വീക്ക് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിക്കണമല്ലോ എന്നുള്ളത്. ഓക്കെ, ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ ആ പോയിന്റ് ഞാൻ വിട്ടുപോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് കൃത്യമായിരിക്കണം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ബോഡി ലാംഗ്വേജ് വെച്ച് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഇരിക്കുന്ന ലിസണർക്ക് കൃത്യമായിട്ട് ഔട്ട്കം കിട്ടിയിരിക്കണം. അത് നമ്മൾക്ക് ഒരു ഉത്തരവാദിത്തമാണ്. നമ്മൾ പറയുന്നത് എന്തൊക്കെ കൂടെ പറഞ്ഞു പോയി, അയാളിപ്പോ എന്താ പറഞ്ഞേ എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് തോന്നരുത്. പക്ഷെ ആള് പറഞ്ഞത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക്, അതായത് നമ്മൾ പറയുന്നത് നമ്മളെയാണ് കേട്ടോ, നമ്മൾ പറയുന്നത് അവരിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പാക്കുക. അത്രയും ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ പഠിക്കുക. അതിനർത്ഥം അപ്പൊ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കുറഞ്ഞു, അത്രയ്ക്ക് മനസ്സിലാവുമ്പോൾ ആ ഗ്രാമർ, അതല്ല, അവിടെ ഗ്രാമർ അല്ല നോക്കുക, നമ്മൾ സംസാരിക്കുന്ന ഒരു വേ ഓഫ് രീതിയാണ് നോക്കുക. ഓക്കെ, അത് മനസ്സിലായല്ലോ. നെക്സ്റ്റ്, ലിസണിങ് കെയർഫുള്ളി. നന്നായിട്ട് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ, ലിസൺ ചെയ്യാനുള്ള ഒരു കാപ്പബിൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതിനാണ് ഞാൻ പറഞ്ഞത് നന്നായിട്ട് ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ കാണുക, അല്ലെങ്കിൽ ജസ്റ്റ് ആ യൂട്യൂബിലില്ലേ ഇതിൽ വരും താഴെ എന്താണോ അതിന് പറയാ, സബ് ടൈറ്റിൽസ്. യെസ്, സബ് ടൈറ്റിൽസ് ഓൺ ചെയ്തിടാം. അപ്പൊ അതിൽ വരും നമ്മളിപ്പോ നല്ല മലയാളത്തിന്റെ കോമഡി മൂവീസ് ഒക്കെ കാണുക, പക്ഷെ അതിന്റെ അടിയിൽ അതിന്റെ ലാംഗ്വേജ് വരും, നമുക്ക് പഠിക്കാം. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ചില വാക്കുകളൊക്കെ കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, വെറുതെ യൂട്യൂബിലൊക്കെ കാണുന്ന സമയത്ത് അതിന്റെ ജസ്റ്റ് യൂട്യൂബിൽ എങ്ങനെയാ സബ് ടൈറ്റിൽസ് വരാന്ന് അറിയില്ലേ? ഇൻ കേസ് ആർക്കെങ്കിലും അറിയാത്തതുണ്ടോ സബ് ടൈറ്റിൽസ് എടുക്കുന്നത്? യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ കാണുന്ന, അല്ലെങ്കിൽ വെറുതെ റീൽസ് ഒക്കെ കണ്ടിരിക്കുമ്പോൾ അതിലൊക്കെ സബ് ടൈറ്റിൽസ് ഓൺ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ഭാഷ കിട്ടും. ഇവര് പറയുന്ന ബളബള സംഭവങ്ങൾക്കൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ ഒരു സംഭവം കിട്ടും. അതിന്റെ താഴെ ഇങ്ങനെ എഴുതി കാണിക്കും, നമുക്ക് സ്പെല്ലിംഗ് പഠിക്കാൻ പറ്റും, പുതിയ വേർഡ്സ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ യൂസ് സിമ്പിൾ ലാംഗ്വേജ്. സംസാരിക്കാൻ എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക. അല്ലാതെ കടുകെട്ടിയായിട്ടുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ പറയുന്നത് കടുകെട്ടിയായിരിക്കും, പക്ഷെ എങ്കിൽ കൂടി ഭയങ്കര ടഫ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു കുട്ടികൾ അല്ലെങ്കിൽ കുഞ്ഞുകുട്ടികൾ, മുതിർന്ന ആൾക്കാർക്കും അത് പെട്ടെന്ന് ഇങ്ങനെ ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ, അത് ചൊയ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. സോ നമ്മൾ എനിക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ്, നമ്മൾ ഒരിക്കലും അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കാന്നാ മതി. നമ്മൾ ചില ആൾക്കാർ ഇംഗ്ലീഷ് പറഞ്ഞേ കേട്ട സത്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെറിയ വരും, എന്താ പോയി പറയുന്ന കുറച്ച് നേരം നിർത്തി പോയാൽ മതി എന്നൊക്കെ വിചാരിക്കും അല്ലേ. അപ്പൊ നമ്മളെ കുറിച്ച് ആൾക്കാർ അങ്ങനെ പറയരുത്. അയാൾ പറയുന്നത് ക്ലിയർ ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, പിന്നെ മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട്സ്. ഓക്കെ, ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, അപ്പോ നിങ്ങളിപ്പോ ഈ ക്ലാസ് കഴിഞ്ഞാൽ എവിടെയൊക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെ പോകില്ലേ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക, മെയിൻറ്റെയിൻ യുവർ ഐ കോണ്ടാക്ട്. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ എവിടെയെങ്കിലൊക്കെ നോക്കി അവരൊക്കെ തലയിലൊക്കെ മാന്തി ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചാൽ ആരും നമ്മളെ ശ്രദ്ധിക്കുകയില്ല, കണ്ട അപ്പൊ തന്നെ ഗെറ്റൗട്ട് അടിച്ചു കളയും. നമ്മൾ ഐ കോണ്ടാക്ട്സ് വെക്കുക. ഒരാളോട് സംസാരിക്കുമ്പോൾ ആളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ ഒരു കണക്ഷൻ കിട്ടും. വേറെ കണക്ഷൻ അല്ല കേട്ടോ, മനസ്സിലാവുണ്ടല്ലോ ഞാൻ പറയുന്നത്. ഒരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ്, നമ്മൾ ഷേക്ക് ഹാൻഡ്സ് കൊടുക്കുമ്പോൾ നമ്മൾ ഒരാൾ ഷേക്ക് ഹാൻഡ് ചെയ്യൂലേ, ആ ഷേക്ക് ഹാൻഡ് ചെയ്യുന്നതിൽ പോലും അയാളുടെ ഒരു ബോഡി ലാംഗ്വേജ്, അയാളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ചിലർ വിരലിന്റെ തുഞ്ചം കൊണ്ട് ഷേക്ക് ഹാൻഡ് ചെയ്യും. നമ്മൾ നന്നായി ടച്ച് ക്ലോസ് ചെയ്ത് ചെയ്യുമ്പോഴാണ് അതിന്റെ പെർഫെക്റ്റ്. കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ടോപ്പിക് ഒക്കെ മാറുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, പിന്നെ അതുപോലെ നമ്മൾ വർത്താനം പറയുമ്പോൾ മറ്റുള്ളവർക്ക് റെസ്പെക്ട് കൊടുക്കുക. നമ്മൾ ഒരാളെ ഇന്ററാക്ട് ചെയ്ത് ചെയ്യുമ്പോഴും മറ്റുള്ളവരെ, നമ്മുടെ കൂടെ സംസാരിക്കുന്ന കമ്പാനിയനെ നമ്മൾ റെസ്പെക്ട് കൊടുക്കണം. ഇയാൾക്ക് ഒരു അവസരം കൊടുക്കാതെ കയറി അങ്ങോട്ട് ബ്ലബ്ലാ പറയരുത്. ഓക്കെ,
ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ലാംഗ്വേജിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഹോപ്പ് യു ക്ലിയർ ഡിയേഴ്സ്. ഒരു ഗുഡ് കമ്മ്യൂണിക്കേറ്റർക്കുള്ള ക്വാളിറ്റീസ് ആണ് ഞാൻ പറയുന്നത്. സ്പീക്ക് ക്ലിയർലി, പറയുന്നത് വ്യക്തമായിരിക്കണം. ലിസൺ കെയർഫുള്ളി, നന്നായിട്ട് അവർക്ക് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. യൂസ് സിമ്പിൾ ലാംഗ്വേജ്, കടുകട്ടി ലാംഗ്വേജിന് പകരം സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യണം. മെയിൻറ്റെയിൻ യുവർ ഐ കോണ്ടാക്ട്സ്. ഓക്കെ, നിങ്ങളുടെ പ്രസൻസ് അവർക്ക് മനസ്സിലാവണം. നിങ്ങൾ അവിടെ നിന്ന് എങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എന്റെ വഴിക്ക് അങ്ങനെ പോണുണ്ട്, അങ്ങനെ തോന്നരുത്. നിങ്ങൾ പറയുന്നത്, അതായത് നമ്മൾ സംസാരിക്കുന്നത് കണ്ടാൽ അവിടെ ഇരുത്തി എന്ത് ചെയ്യണം? നമ്മുടെ മുമ്പിലിരിക്കുന്ന, ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എന്റെ കുട്ടികൾ ഇങ്ങനെ ലീവ് ചെയ്ത് പോകുമ്പോൾ എനിക്ക് മനസ്സിലാവും, ഇതൊരു ഇതല്ല, ഇത് പോയിക്കിന്റെ കയ്യിൽ നിന്ന്, അങ്ങനെ തോന്നരുത്. നമ്മുടെ ക്ലാസ് കേട്ട് ഒറ്റൊരു കുട്ടിയും പോകരുത്. അവർക്ക് മനസ്സിലാവണം, യെസ് എന്തെങ്കിലുമൊക്കെ സംതിങ് ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ള അവർക്ക് തോന്നണം. പിന്നെ ഷോസ് റെസ്പെക്ട് ടു ഓതേഴ്സ്. യെസ്, നമ്മുടെ കൂടെ സംസാരിക്കുന്ന ഒരാൾക്ക് അവർക്ക് ഒരു അവസരം, അവരുടെ ചാൻസ്, അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണാലിറ്റിയെ കോട്ടം വരാത്ത രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാൻ. ക്ലിയർ ആയോ? ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കൊരു കാര്യം മനസ്സിലായില്ല. ഓക്കെ, അയാൾ പറഞ്ഞു നമുക്ക് ക്ലിയർ ആയില്ല. അപ്പൊ നമ്മൾ വാട്ട് എന്ന് ചോദിക്കൂ അല്ലേ? പൊതുവെ നമ്മളൊക്കെ ചോദിക്കണ, ഞാനും അങ്ങനെ ചോദിക്കല്ലേ, വാട്ട്. അപ്പോഴേ തന്നെ നമ്മളെ മനസ്സിലാവോ, ഇതൊരു പാതി ക്ലിയർ ആയിട്ടുള്ളൂ എന്ന്. അതിന് പകരം നമ്മൾ എന്താ ചോദിക്കുക? വാട്ട്. എങ്ങനെ നമുക്കൊരു സാധനം ഒരാൾ പറഞ്ഞിട്ട് മനസ്സിലായില്ല, വാട്ട് മാം എന്നാ ചോദിക്കുക അല്ലേ? അതിന് പകരം നമ്മൾ ഇങ്ങനെ ചോദിക്കും, could you please repeat that? അപ്പൊ തന്നെ കേൾക്കുമ്പോൾ ആ ടീച്ചർക്ക് തന്നെ തോന്നും, എന്താപ്പാ ചോദിച്ചതെന്ന് അല്ലേ? നമുക്ക് ഒന്നിട്ടൂടെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ തോന്നും. മറ്റേ വാട്ട് മാം എന്ന് പറയുമ്പോ എന്താ ഈ പറയുന്നതെന്ന്. യെസ്, ഓക്കെ, അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, എനിക്ക് ആരോ ഒന്ന് പേഴ്സണലി മെസ്സേജ് അയക്കണം. ഓക്കെ, എഴുതുമ്പോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഈ ലെറ്റേഴ്സിന്റെ സൗണ്ടുകൾ പഠിക്കണം എന്ന് പറയാം. ഈ ലെറ്റേഴ്സിന്റെ സൗണ്ടുകൾ പഠിച്ചാൽ തന്നെ നിങ്ങളുടെ സ്പെല്ലിംഗ് കറക്ഷൻസ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ചില ലെറ്റേഴ്സിന്റെ സൗണ്ടുകൾ, നമ്മളിപ്പോ ഒരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതാ, ആ വേർഡ് ഇങ്ങനെ പറഞ്ഞു നോക്കിയിട്ടല്ലേ എഴുതാ? അങ്ങനെ പറഞ്ഞു നോക്കിയിട്ടില്ല അറിയാം. പക്ഷെ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് ആ ലെറ്റേഴ്സിന്റെ സൗണ്ടിനെ, ഇപ്പൊ ഉദാഹരണത്തിന് എക്സാമ്പിൾ ഇപ്പൊ എങ്ങനെയാ പറഞ്ഞിടാ നിങ്ങൾക്ക്, എന്താ പറയാ, എന്തെങ്കിലും ഒരു ഇംഗ്ലീഷ് വേർഡ് അത് നമ്മൾ എഴുതുന്ന സമയത്ത് ലെറ്റേഴ്സിന്റെ സൗണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പഠിച്ചെങ്കിൽ നമുക്ക് ആ സൗണ്ടുകൾ ഇങ്ങനെ, ആ വേർഡ് പറയുമ്പോൾ ആ സൗണ്ടുകൾ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ഒരു ലെവലിലോട്ടേക്ക് നിങ്ങൾ മാറണം. സോ നിങ്ങൾ ഇംഗ്ലീഷിന്റെ ലെറ്റേഴ്സുകൾ സൗണ്ട്, ആദ്യം നിങ്ങൾ ലെറ്റേഴ്സിന്റെ സൗണ്ടുകൾ ക്ലിയർ ചെയ്യുക. പിന്നെ 2 ലെറ്റേഴ്സുകൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട്, ലെറ്റർ എന്റെ കൂടെ, അതായത് ഓരോ വൗവൽസും ഓരോ കോൺസണൻസിന്റെ കൂടെ കൂടി ചേരുമ്പോൾ ഒരു സൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഓരോ വൗവൽസും ഓരോ കോൺസണന്റിന്റെ കൂടെ കൂടി ചേരുമ്പോൾ അതിനൊരു റീഡിങ് ക്വാളിറ്റി ഉണ്ട്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ ഒന്നുകൂടി ടെൻഷൻ ആവണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന മുഴുവൻ നോട്ട്സിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും? പാസ് ചെയ്ത് തരും. അതുപോലെ ഫോണിക് സൗണ്ടും വോയിസ് ആയിട്ട് അയച്ചു തരാം. ഓക്കെ, ഈ ലെറ്റേഴ്സിന്റെ മിസ്റ്റേക്ക്, അത് സ്പെല്ലിംഗ് കറക്ഷൻസ് ക്ലിയർ ചെയ്യാനാണ് ഏറ്റവും ബെസ്റ്റ് മാർഗം. നിങ്ങൾ ലെറ്റേഴ്സിന്റെ സൗണ്ട് പഠിക്കുക. പിന്നെ എന്ത് ചെയ്യുക? ഭാഷയായിട്ട് നന്നായിട്ട് ഇടപഴകുക. നമുക്ക് പരിചിതമല്ലാത്ത ഒരു ഭാഷ, അല്ലെങ്കിൽ നമ്മൾ അത് ഒട്ടും കൈകാര്യം ചെയ്യാത്ത ഒരു ഭാഷ, നമ്മളത് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്പെല്ലിംഗ് കറക്ഷൻസ് വരും. ഓക്കെ, അത് നമ്മുടെ ഒരു കഴിവുകേടല്ല. അത് സത്യം പറഞ്ഞാല് അത് നമ്മൾ വളർന്നു വന്ന സാഹചര്യം അങ്ങനെയാണ്. ഒരുപക്ഷെ നമുക്ക് ഭാഷ പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിക്കോണമെന്നുണ്ടാവില്ല അല്ലെ? ഞാൻ പറഞ്ഞേ, ഞാനൊക്കെ 5ാം ക്ലാസ്സിലോട്ടേക്ക് വേറൊരു സ്കൂളിൽ പോകുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്, ഒരു ഇംഗ്ലീഷിന്റെ സർ എന്നെ എണീച്ചിട്ട് ലെറ്റർ എന്റെ സ്മോൾ ലെറ്റർ എഴുതാൻ പറഞ്ഞു. ഞാൻ ബോർഡിൽ പോയി നല്ല കൂളായിട്ട് പോയിട്ട് ലെറ്റർ എന്റെ ബിഗ് ലെറ്റർ ചുമ്മാ ചെറുതാക്കി സ്മോൾ ലെറ്ററിലാക്കി എഴുതിയൊരു കാലം. സോ നമ്മൾ പഠിച്ചിരിക്കുന്ന അന്നത്തെ ആ ഒരു ക്വാളിറ്റി അല്ലല്ലോ ഇപ്പോഴത്തെ ലാംഗ്വേജിന്. സോ നമ്മളിങ്ങനെ ഈ രീതി ഒരു മെത്തേഡ് ഫോളോ ചെയ്തിരുന്നെങ്കിൽ നമ്മളിപ്പോ എവിടെയൊക്കെ എത്തിയെന്നെ. പക്ഷെ കഴിഞ്ഞു പോയത് കാലത്തിന് ആലോചിച്ചില്ല, നമുക്കിപ്പോ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പഠിക്കുക, നിങ്ങൾ കുഞ്ഞു കുട്ടിയാണെന്നുള്ള രീതിയിൽ പഠിച്ചു തുടങ്ങുക. നിങ്ങളുടെ കുട്ടികളുടെ ബുക്കുകളിൽ മറിച്ചു നോക്കിയാൽ അറിയും ഓരോ ലെറ്റേഴ്സിന്റെയും സൗണ്ടുകൾ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. നിങ്ങൾ അവരെ പഠിപ്പിച്ചിരിക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? അവരുടെ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഓരോ ലെറ്ററിന്റെയും സൗണ്ട്, എ ഫോർ ആപ്പിൾ, അതൊക്കെ അവരിങ്ങനെ പാടി പഠിക്കും. പക്ഷെ അതിനൊക്കെ കറക്റ്റ് സൗണ്ടുകൾ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ യൂട്യൂബിൽ തന്നെ ചില കുട്ടികൾ പാടില്ലേ, ആപ്പിൾ ബി ഫോർ അങ്ങനെ ഒരു പാട്ടില്ലേ കുട്ടികള്? അതൊക്കെ നല്ല നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ചില ലെറ്റേഴ്സിന്റെ സൗണ്ടുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട്
എന്നിട്ട് കുഞ്ഞു കുട്ടികളുടെ അമ്മമാർക്കൊക്കെ മനസ്സിലാൻ പറ്റും. ആ പാട്ടൊക്കെ അവരിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നത് കാണാം ഇല്ലേ? സോ നിങ്ങളുടെ സ്പെല്ലിംഗ് കറക്ഷൻസ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാന് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ സൗണ്ടുകൾ പഠിക്കുക, പിന്നെ ഭാഷ നന്നായിട്ട് അതായത് വായിക്കുക, പുതിയ പുതിയ വേർഡുകൾ കണ്ടുപിടിക്കുക, സബ് ടൈറ്റിൽസ് ഓൺ ചെയ്യുക, ഇംഗ്ലീഷ് ന്യൂസുകളൊക്കെ കേൾക്കുക. ആദ്യമൊക്കെ നിങ്ങൾ ഇംഗ്ലീഷ് ന്യൂസ് ഒക്കെ കാണുമ്പോൾ മേ ബി നിങ്ങളുടെ പാർട്ട്ണർ കളിയാക്കും, നിങ്ങളുടെ ഒരു ഇംഗ്ലീഷുകാരത്തി എത്ര മനസ്സിലാവേണ്ടതൊക്കെ ആദ്യമൊക്കെ അവർ നമ്മളെ പറയുള്ളൂ. പിന്നെ അവർ മൈൻഡൊക്കെ ഇല്ല, പിന്നെ നമ്മൾ നമ്മളെ കാര്യങ്ങൾ നോക്കിയാണ്ട് പോയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താ പറയാനുള്ളത്? ഓക്കെ, ഇനി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? ഓക്കെ, നമുക്ക് ആക്ടിവിറ്റി ഞാൻ ഇന്ന് തരും. അതായത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളത്, അതായത് ഒരാളോട് സംസാരിക്കുമ്പോൾ അതിന് ആൻസർ എങ്ങനെ ചെയ്യാം, അതൊക്കെ ആക്ടിവിറ്റി ആണ്. ഞാൻ ഇത് നിങ്ങൾക്ക് അയച്ചിടാം. ഓക്കെ, ഇംഗ്ലീഷിൽ ഒരുപാട് എക്സ്പ്രഷൻസ് ഉണ്ട് അല്ലേ? ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഇതൊക്കെ എന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ ഗുഡ് മോർണിംഗ് ഒരാളെ കാണുമ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, അതിന് നമ്മളൊരു പേരാ പറയാ. എന്താ പറയാ? എനിവൺ? ആർക്കെങ്കിലും അറിയാം? യെസ്, വെരി ഗുഡ്, ഗ്രീറ്റിംഗ് അല്ലേ? ഗ്രീറ്റിംഗ് എന്നാ പറയാ. ആ ഒരു ടേമിന് നമ്മൾ എന്താ പറയാ? ഗ്രീറ്റിംഗ്. നമ്മൾ ഒരാളെ കാണുമ്പോൾ വിഷ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ. സോ അത് നമ്മൾ എന്താ പറയാ? അതൊരു ഗ്രീറ്റിംഗ് ആണ്. ഗ്രീറ്റിംഗ് വിഷസ്. ഓക്കെ, അങ്ങനെയും പറയാം. ഓക്കെ, നോ പ്രോബ്ലം. നെക്സ്റ്റ്, പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നതാണ് ഹൗ ആർ യു, ഹൗ ആർ യു ടുഡേ അല്ലെ? അങ്ങനെയൊക്കെ ചോദിക്കും. വാട്സ്ആപ്പ് എന്നൊക്കെ ചോദിക്കും അല്ലെ? അതെന്താണ്? ആസ്കിങ് അബൌട്ട് വെൽബീയിങ്. ഓക്കെ, നമ്മളൊരു നോർമൽ ടോക്ക് ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു ക്ലൂ ആണ് അല്ലെ? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ആളോട് ചോദിക്കാനുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇന്ററാക്ട് ചെയ്യാനുണ്ടാവും. നമ്മൾ ആദ്യം വിഷ് ചെയ്തിട്ട് ഹൗ ആർ യു ടുഡേ, ജസ്റ്റ് അങ്ങനെ ഒരു ഫോർമുല ഇല്ലേ? അതൊരു രീതിയാണ്. ഗുഡ് മോർണിംഗിന് ശേഷം ഹൗ ആർ യു ചോദിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യാറില്ലേ? പക്ഷെ ഈ ഹൗ ആർ യു ചോദിക്കുന്നത് എന്താണ്? ആസ്കിങ് അബൌട്ട് വെൽബീയിങ് അല്ലെ? എന്താണ്? സുഖാന്വേഷണങ്ങൾ നടത്തുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്കൊരാൾ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാല്, നമുക്ക് എന്തെങ്കിലും കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? താങ്ക് യു. നമ്മൾ ഒരിക്കലും മലയാളത്തിൽ നമ്മൾ ഒരാളോട് നന്ദി എന്നൊന്നും പറയാറില്ലല്ലോ. പക്ഷെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യും? എന്ത് കാര്യം ചെയ്താലും അവർ താങ്ക് യു എന്ന് പറയലേ. അതൊരു ഭയങ്കര അവരുടെ ഒരു എളിമയാണ്. ആ ലാംഗ്വേജിന്റെ ഒരു സിംപ്ലിസിറ്റി ആണത്. താങ്ക് യു എന്ന് പറയും. നമ്മൾ കുഞ്ഞു കുട്ടികൾ, നമ്മുടെ കുട്ടികളോട് പോലും നമ്മൾ താങ്ക് യു എന്ന് പറയണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റില്ല സോറി, നമ്മുടെ കുട്ടികളോട് നമ്മൾ പറഞ്ഞ് ശീലാക്കണം. ഓക്കെ, നമ്മുടെ കുട്ടികൾ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ താങ്ക് യു, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ നമ്മുടെ ഓട്ടോമാറ്റിക് നമ്മൾ അതെന്താ ചെയ്യും? നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അതങ്ങനെ ഡെയിലി റൂട്ടീൻ ആയിട്ട് മാറിക്കോളും. ഓക്കെ, പിന്നെ എക്സ്ക്യൂസ് മീ, ഞാൻ പറഞ്ഞില്ലേ ഗെറ്റിംഗ് അറ്റൻഷൻ ടു പൊളൈറ്റ്ലി. നിങ്ങൾക്ക് ആരുടെങ്കിലും ഒരു അറ്റൻഷൻ, ഒരാൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. പിന്നെ സോറി എന്ന് പറഞ്ഞാല് 1 സെക്കൻഡ്. ഓക്കെ, നെക്സ്റ്റ് സോറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അപ്പോളജൈസ് ചെയ്യാണ് അല്ലെ? ഇൻ കേസ് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി, നമ്മൾ എന്ത് ചെയ്യാണ്? സോറി. ഓക്കെ, നമ്മൾ അങ്ങനെ പറയണം അല്ലെ? അതൊരു സിമ്പിൾ പറയുന്ന പോലെ അതൊരു പൊളൈറ്റ് ആണ് അല്ലെ? പൊളൈറ്റ് ആയിട്ട് റിക്വസ്റ്റ് ആണ് സോറി അല്ലെ? അല്ലെങ്കിൽ പ്ലീസ്, അത് റിക്വസ്റ്റ് ആണ്, റിക്വസ്റ്റ് ഫോം ആണ്. ഇത്രയും കാര്യങ്ങൾ, അതായത് ഗുഡ് മോർണിംഗ് അത് ഗ്രീറ്റിംഗ് പറയാൻ പഠിക്കണം. ആസ്കിങ് അബൌട്ട് വെൽബീയിങ് ചോദിക്കണം. പിന്നെ ഷോയിങ് ഗ്രാറ്റിറ്റ്യൂഡ് ചോദിക്കുക. ഗെറ്റിംഗ് അറ്റൻഷൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ക്യൂസ് മീ ചോദിക്കുക. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ അപ്പോളജൈസ് ചെയ്യുക. അത് സിൻസിയർ ആയിട്ട് ചെയ്യണം കേട്ടോ. ഒരാളോട് ചുമ്മാ സോറി എന്ന് പറയുന്നതിൽ അതിലൊരു സിൻസിയാരിറ്റി കൊണ്ടുവരാം. അത് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? I'm here. I'm audible, dear. I'm audible. Okay, fine. ഞാൻ വിചാരിച്ചു ഓക്കേടാ. ഓക്കെ, ഫൈൻ. അപ്പൊ പിന്നെന്താ? നമ്മൾ അപ്പോളജൈസ് ചെയ്യാൻ പഠിക്കണം. പിന്നെന്താ? പ്ലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പൊളൈറ്റ് റിക്വസ്റ്റ് ആണ് അല്ലെ? പ്ലീസ് കൺസിഡർ മീ എന്ന്, പ്ലീസ് ഗിവ് മീ എ ചാൻസ്, ഒക്കെ ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് ആണ്. സോ അതൊക്കെ ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. പിന്നെ ഇപ്പൊ എന്താ പറയുള്ളത്?
key of vocabularies. കുറെ ടൈം ആയോ? ആർക്കെങ്കിലും ബോർ അടിക്കേണ്ടടാ? കുറച്ചുകൂടി പറയാം. നമ്മൾ കുറച്ച് ലാഗ് ചെയ്തില്ലേ ക്ലാസ് എടുത്തപ്പോ? അതുകൊണ്ടാട്ടോ ഞാൻ ഇത്രയും ടോപ്പിക് ഞാൻ ഇന്ന് പറഞ്ഞു വെച്ചതാ. ബോർ അടിക്കുന്നുണ്ടോ? ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അത് ഈ ഒരു വീക്കിൽ തീരേണ്ടിയാണ്. എങ്കിലേ നിങ്ങൾക്ക് ആക്ടിവിറ്റികൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കും ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. പെൻഡിങ് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഓക്കെ 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 ഫൈൻ ഡിയേഴ്സ്. കീ വൊക്കാബുലറീസ്. വേർഡ് മീനിങ്. നമുക്ക് സംസാരിക്കാം. വൊക്കാബുലറീസ് ക്രിയേറ്റ് ചെയ്യുക എന്നാ പറയാ. ഒരു ലാംഗ്വേജിന്റെ വൊക്കാബുലറീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേർഡ്, കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ്, കോൺവെർസേഷൻ, കോൺഫിഡൻസ്, എക്സ്പ്രഷൻ ആൻഡ് ഫീലിങ്സ്. ഓക്കെ, നോട്ട് ചെയ്യണ്ട, ഞാൻ നോട്ട് തരും കേട്ടോ. ഓക്കെ, വൊക്കാബുലറീസ് അതായത് നമ്മുടെ ഭാഷയുടെ വൊക്കാബുലറീസ് ഇംപ്രൂവ് ചെയ്യാനുള്ള കീസ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഓൾറെഡി പറഞ്ഞ് ഞാൻ കഴിഞ്ഞതാണ്, എങ്കിൽ കൂടി ഞാൻ ഇതിന്റെ ഡെഫിനേഷൻ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. വേർഡ് അതായത് ഭാഷ ഉണ്ടായിരിക്കുക. കമ്മ്യൂണിക്കേഷൻ, ഷെയറിംഗ് ഇൻഫോർമേഷൻ അല്ലെ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് ഇൻഫോർമേഷൻ ആണ്. പിന്നെ ലാംഗ്വേജ്, എ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് സംസാരിക്കണമെങ്കിൽ ഒരു സിസ്റ്റം വേണം, അതാണ് നമ്മുടെ ലാംഗ്വേജ്. പിന്നെ കോൺവെർസേഷൻ. കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ടോക്കിംഗ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരോട് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. പിന്നെ കോൺഫിഡൻസ് അല്ലേ? ബിലീവ് ഇൻ യുവർ സെൽഫ്. ഫസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ് ഡിയർ. യു ക്യാൻ എന്നുള്ള ഒരു യെസ് ഐ ക്യാൻ, എന്നെ കൊണ്ട് പറ്റാത്ത പിന്നെ ആർക്കും എത്താനാ, അങ്ങനെ ഒരു തോട്ടം വെച്ചാൽ മതി. ഓക്കെ, എല്ലാ കാര്യങ്ങളിലും എന്നെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. എല്ലാവർക്കും ഒരേ ടൈമും ഒരേ ക്വാളിറ്റിയും കൊടുത്താണ്. പക്ഷെ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് ഓരോ ഹ്യൂമൻ ബീങ്സും ഡിഫറെന്റ് ആയിരിക്കുന്നത് അല്ലേ? ചില കാര്യങ്ങൾ നമുക്കറിയാം, ചില കുഞ്ഞു കുട്ടികളൊക്കെ കാണും നന്നായിട്ട് ഭാഷ കഴിക്കുക. അപ്പൊ അവര് ആ വളർത്തിയെടുക്കുന്ന സാഹചര്യം, അവര് ആ ഇംപ്രൂവ് ചെയ്ത രീതിയാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോഴത്തെ ഈ സമയം യെസ് എന്നെ കൊണ്ട് പറ്റും, ഞാൻ അതിനു വേണ്ടിയിട്ടാണ്, എന്നെ കൊണ്ട് പറ്റാത്ത ഒന്നുമില്ല, അല്ലെങ്കിൽ എന്റെ കൂടെ ഒരു സിസ്റ്റം തന്നെ കൂടെ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ വിശ്വസിപ്പിക്കുക. ഓക്കെ, ആ ഒരു കോൺഫിഡൻറ്റിൽ വേണം നിങ്ങൾ ലാംഗ്വേജിനെ കൈകാര്യം ചെയ്യാൻ. പിന്നെ എക്സ്പ്രഷൻസ്. ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ കണ്ണും കൈയും മുഖഭാവങ്ങളൊക്കെ എന്ത് ചെയ്യണം? എക്സ്പ്രസ് ആണ്. അതിനനുസരിച്ച് ഓവർ ആക്കി ചളാക്കരുത്. അതിനൊക്കെ ഒരു മാന്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കീപ്പ് ചെയ്ത് വേണം സംസാരിക്കാൻ. നമ്മൾ എന്താണോ പറയുന്നത് നമ്മുടെ ഓഡിയൻസിന് അത് ക്ലിയർ ആവണമെങ്കിൽ, ലിസൺ അവർക്ക് കൂടുതലായിട്ട് 100% ലിസൺ ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് എക്സ്പ്രഷൻസ് എന്ത് ചെയ്യണം? നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മളിപ്പോ വിരങ്ങലിച്ച് ക്ലാസ് എടുക്കുന്ന നമ്മൾ ചില ടീച്ചർമാരില്ലേ, ക്ലാസ് എടുക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ നമ്മൾ ബോറടിച്ച് അവറും തീർന്ന് കിട്ടിയാൽ മതിയെന്ന്. പക്ഷെ ചില ടീച്ചർമാർ ക്ലാസ്സിൽ കയറിയാൽ തന്നെ അവരൊന്നും എടുത്തില്ലെങ്കിൽ തന്നെ നമ്മൾ ആ ഒരു ബോഡി ലാംഗ്വേജ് നമ്മുടെ അങ്ങോട്ട് ഉറക്കൊക്കെ പോകും. സോ അത് ആ ഒരു എക്സ്പ്രഷൻ നമ്മൾ കീപ്പ് ചെയ്യുക. പിന്നെ ലാംഗ്വേജിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പാർട്ടാണ്, ഇംഗ്ലീഷിന്റെ ബെസ്റ്റ് പാർട്ടാണ് എക്സ്പ്രഷൻ എന്നുള്ളത്. ഓക്കെ, എക്സ്പ്രഷൻ എന്താണ്? ഷോയിങ് തോട്ട്സ് ഓർ ഫീലിംഗ്സ്, നമ്മുടെ ഇമോഷൻസ് കീപ്പ് ചെയ്യുക. ഓക്കെ, ഇതാണ് കീ ഓഫ് വൊക്കാബുലറീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇനി എന്താ നെക്സ്റ്റ് നോക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഫുൾ പാസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കട്ടെ. ഓക്കെ ഫൈൻ, കംപ്ലീറ്റ് ചെയ്തു ഞാൻ. ഇനി ഇത്രയും പഠിച്ച കാര്യങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ആവാത്തുണ്ടോ? ഞാൻ ഹറിബറിയായി പറഞ്ഞു പോയതിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? അല്ല സോറി, നിങ്ങൾക്ക് മനസ്സിലാവാത്തതിനെ ടു ബി ഫ്രാങ്ക് മൈക്ക് ഓൺ ചെയ്യുക, പറയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളിൽ വ്യക്തത വരാത്ത പാർട്ടുകൾ നിങ്ങൾക്ക് എനിക്ക് മനസ്സിലായി. ഇതിപ്പോ ഒരു എവിടെയാ ക്ലിയർ ആവാത്തത് എന്നുള്ളത് പക്ഷെ ഞാൻ നോട്ട് തരാം. നോട്ട് തന്നാൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. നോട്ട് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. കാര്യങ്ങൾ നമ്മുടെ വാട്സപ്പിനെ നമ്മൾ ഒരിക്കലും ആശ്രയിക്കരുത് കേട്ടോ. കാരണം ഇൻ കേസ് അത് ഡാറ്റാസ് ഒക്കെ എറേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ നോട്ടുകൾ മിസ്സായി പോകും. ഞാൻ തരുന്ന നോട്ടിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് നോട്ട്ബുക്കിലേക്ക് പകർത്തിയെടുക്കാം. പിന്നെ ഞാൻ തരുന്ന ഹോംവർക്ക് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇന്ന് തന്ന 6 വാക്കുകൾ അല്ലെ, 6 കാര്യങ്ങളെ കുറിച്ച് ഒരു 5 or 6 സെന്റൻസ് നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ മാക്സിമം നിങ്ങളെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ നിങ്ങളെ തന്നെ വിലയിരുത്താൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എഴുതാം. മേ ബി അത് തെറ്റായിക്കോട്ടെ, നോ പ്രോബ്ലം. കൂടി നിങ്ങളത് ട്രൈ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് അത്രയാണ്. പിന്നെ ഫോണിക് സൗണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. ഫോണിക് സൗണ്ട്, ലെറ്റർ എ മുതൽ Z വരെയുള്ള ലെറ്റേഴ്സിന്റെ സൗണ്ടുകൾ ഫോക്കസ് ചെയ്യുന്നത്. ഹോപ്പ് ഇറ്റ് ക്ലിയർ മൈ ഡിയേഴ്സ്. എനിത്തിങ് എൽസ്? ഇനി എന്തെങ്കിലും കാര്യങ്ങളിൽ മനസ്സിലാവാനുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തത വരുത്താനുണ്ടെങ്കിൽ
You can ask Xavier. ഞാന് നിങ്ങളെ ഡിയേഴ്സ് എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കുറച്ച് തോന്നുന്നുണ്ടോ? ടീച്ചേഴ്സ് എന്ന് വിളിക്കാം അല്ലെ? ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. സോ നിങ്ങളെ ഞാൻ ടീച്ചേഴ്സ് എന്ന് വിളിക്കാൻ വിചാരിക്കുന്നു. സോ പ്ലീസ് ടീച്ചേഴ്സ്, എനിവൺ ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ്? I will clear it. Okay. ഇനി നമുക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ലീവ് ചെയ്താലോ? ഞാൻ കുറച്ച് ടൈം അധികം എടുത്തു, പക്ഷെ ഞാൻ ഒരു ജോയിൻ ചെയ്താൽ കുറച്ച് ലേറ്റ് ആയല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. നിങ്ങളുടെ ആ ക്വാളിറ്റി ടൈം എനിക്ക് ഞാൻ കാരണം നഷ്ടമാകാൻ പറ്റില്ലല്ലോ. Yeah, that's a better because we are already in future. Okay, we can leave. Suhaila ma'am. നമുക്ക് ലീവ് ചെയ്തോട്ടെ? കഴിഞ്ഞല്ലോ ക്ലാസ് അല്ലേ? ഓക്കെ മാം, കഴിഞ്ഞു. ഇന്നത്തെ ടോപ്പിക് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് അവർക്ക്. ഓക്കെ ഡിയേഴ്സ്, ഒരു 1 hour എന്നെ ഇങ്ങനെ ലിസൺ ചെയ്തേനെ. ഓക്കെ, സീ യു ഇൻ ക്ലാസ്. ബൈ.